കഷ്ടതയും കണ്ണുനീരുകളുടെ എല്ലാം നടുവിലും കർത്താവെ വിശ്വസ്ത ദൈവം ഇന്ന് പകൽ നേരം ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കേട്ടു. കർത്താവെ വളരെ മനുഷ്യൻ കർത്താവെ ഹാളല് ബലഹീനനാകുമ്പോഴും കർത്താവെ മനുഷ്യൻ തൻ്റെ ഹാളല് ഭുജബലത്തിൽ ആശ്രയിക്കുമ്പോഴും ദൈവം സകലത്തിനും സമാപ്തി വരുത്തുന്നു എന്ന കർത്താവെ സങ്കീർത്തനത്തിലൂടെ കേൾക്കുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവെ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. അപ്പ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരികയാണ്. മാറ്റമില്ലാത്ത വചനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ശ്രദ്ധ തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ ഇടപെടണം. ഉയരത്തിലെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ കൃപയിൽ നിറഞ്ഞ് കർത്താവ് നിനക്ക് ഫലപ്പെടുവാൻ, കർത്താവ് നിനക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം, ബലപ്പെടുത്തണമേ. അപ്പ യേശുവെ നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളുടെ വരവേറ്റു അടുത്തിരിക്കുന്ന ലോക സംഭവങ്ങൾ അതെല്ലാം വിളിച്ചോതുമ്പോൾ ഞങ്ങൾ ഒരുങ്ങി കർത്താവെ തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്വതം ഞങ്ങളുടെ വിരുദ്ധ നഷ്ടമാകുവാൻ തക്കവണ്ണം ഒരു വഴികളും കാര്യങ്ങളും സ്വഭാവങ്ങളും ഞങ്ങൾ നിലനിൽക്കാതെ സമ്പൂർണമായി വിശുദ്ധിയോടെ നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനെ നീ സഹായിക്കണം, ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. ബലഹീന മേഖലകളെ കർത്താവിന്റെ കൃപ പകർന്നുകൊണ്ട് അങ്ങനെ മഹത്വം കർത്താവ് കാണുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന നാളുകളിൽ അപ്പാ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഇടപെടണമേ. 2025 കർത്താവ് അവസാന നാളുകളിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവെ ഞങ്ങൾ ഇത്രത്തോളം ഈ ഒരു വർഷക്കാലം നടത്തി എത്രത്തോളം അതിശയങ്ങൾ ചെയ്തു, അത്ഭുതങ്ങളെ നടത്തുവാൻ ഇടയായി തീർന്നു. കർത്താവേ ഹല്ലേലൂയ. അങ്ങയുടെ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അപ്പന്റെ പാദപീഠത്തിൽ താഴ്ച സമർപ്പിക്കുന്നു. കൃപ ചെയ്യണം, ബലപ്പെടുത്തണം, പരിപാലനം സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ അടുത്ത് വരുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്തോത്രം, കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയോ നന്മകൾ ചെയ്തിരിക്കുന്നു. ആമേൻ. അർഹതയില്ലാത്ത പലതും ജീവിതത്തിൽ കർത്താവ് തരുമ്പോൾ മനസ്സിലാക്കിക്കോണം, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ നടത്തുന്നുണ്ട്. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മളുടെ ശ്രദ്ധ ഇന്ന് ചില വിഷയങ്ങളിലേക്ക് തിരിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ലഭിച്ചിരുന്നു. വായിക്കാവുന്നതാണ്. വായിച്ചാട്ടെ. പ്രാപിക്കും. ആമേൻ. ഒന്നും കൂടെ വായിക്കാവോ? ശ്രദ്ധിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അടുത്തത് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു ഭാഗമാണ്, ശക്തമായിട്ട് ഇടപെട്ട ഒരു ഭാഗമാണ്. വീണ്ടും ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വീണ്ടും സംസാരിക്കാൻ ഇടയായി തീർന്നു. ആമേൻ. പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന യാക്കോബ്, പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് യാക്കോബിനെയാ. യാക്കോബ് അതിനോടകം രക്തസാക്ഷിയായി തീർന്നിരുന്നു. ഭക്തനായിരുന്ന യാക്കോബിന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും താൻ എത്രത്തോളം ആത്മീകനായിരുന്നു നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. ഈ മറ്റ് ലേഖനങ്ങളെ എല്ലാം അപേക്ഷിച്ച് മനുഷ്യന്റെ പാപ സ്വഭാവത്തെ കുറിച്ച്, മനുഷ്യന്റെ ബലഹീന മേഖലകളെ കുറിച്ച്, എവിടെയാണ് ഒരുവൻ വീഴുവാൻ സാധ്യതയുള്ളതിനെ കുറിച്ച്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമായി ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് നാം കാണുന്നത്. വളരെ വ്യക്തമായി ഈ വായിച്ച വാക്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കൃപ പ്രാപിച്ച യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. പരീക്ഷ സഹിക്കേണ്ടി വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. പരീക്ഷകൾ, ജീവിതത്തിൽ പലവിധ പരീക്ഷകൾ കടന്നു വരുന്നുണ്ട് അല്ലെ? ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും പരീക്ഷയില്ലെങ്കിൽ നീ ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടില്ല, ശരിക്കും വീണ്ടും ജനിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും ജനനം പ്രാപിച്ച ഒരുവനാണ്, രക്ഷിക്കപ്പെട്ടവനാണ് നീയെങ്കിൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് നിന്നെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി നീ ചില അസാധാരണമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുവെന്ന് നീ അവകാശപ്പെടുമ്പോഴും അത് സ്വാഭാവികമാണ്. ദൈവത്തിന്റെ കാര്യപദ്ധതിയിൽ നിനക്ക് ശുദ്ധീകരണം വരുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ശുദ്ധീകരണം വരുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് കഷ്ടം തീർച്ചയായും ഉണ്ട്. കഷ്ടം നൽകുന്ന എന്തിനാണെന്നറിയാവോ? നമ്മുടെ കണ്ണ് തുറക്കേണ്ടത് പോലെ തുറക്കുവാൻ, അറിയേണ്ടതുപോലെ അറിയുവാൻ, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. ആമേൻ. പരീക്ഷ ഇല്ലെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഒന്നെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തി വീണ്ടും ജനിച്ചിട്ടില്ല, അല്ലെ അവൻ ദുരുപദേശത്തിന്റെ വക്താവായിരിക്കും. പക്ഷേ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കടന്നു പോകുന്ന അസാധാരണമായ പ്രതിസന്ധികളിലൂടെ എല്ലാം കർത്താവിനെ കൈപിടിച്ച് നടത്തും. ഒരു പക്ഷേ മറ്റുള്ളവർ കൂടെ നോക്കുമ്പോ ചിലപ്പോ തോന്നിയെന്ന് വന്നേക്കാം നീ തീരുകയാണെന്ന്, നീ നശിക്കുകയാണെന്ന് തോന്നാം. പക്ഷെ അങ്ങനെയൊക്കെ അവസരങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ മനസ്സിലാക്കിക്കോളും, ഇതിന്റെ പിന്നിൽ സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതി. നീ വായിച്ച വാക്യം, നമ്മൾ ആ വാക്യത്തിൽ മാത്രം നിന്നാ അതിന്റെ അർത്ഥം പൂർണ്ണമാകത്തില്ല. അതിന് മുകളിലോട്ടും താഴോട്ടൊക്കെ വായിച്ചാലേ ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഞാനിത് എടുക്കാനുള്ള കാരണം മറ്റൊരു വിഷയത്തേക്ക് വരണം. അതിന് മുമ്പ് നമ്മൾ ഈ വിഷയം എടുത്താലേ നമുക്കിത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വന്തം ഹാലലിയ നമുക്ക് ദൈവത്തിന്റെ വചനം ലഭിക്കത്തുള്ളൂ. വചനം വെളിപ്പെടുത്തേണ്ടത് നമ്മളാരുമല്ല, ഞാനല്ല വചനം വെളിപ്പെടുത്തേണ്ടത്, പരിശുദ്ധാത്മാവാണ് വചനം വെളിപ്പെടുത്തേണ്ടത്. എനിക്കിവിടെ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്നത് സംസാരിക്കാനേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അത് എത്രത്തോളം ശക്തി വേണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഒന്നും ഇന്നത്തെ വെക്കുന്നില്ല. ദൈവാത്മാവ് തരുന്നതാണ് അങ്ങ് തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ തന്നെ അത് അത് പ്രസംഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ശുശ്രൂഷ മുമ്പോട്ട് പോകേണ്ടത്. പുതിയ നിയമ ശുശ്രൂഷ അങ്ങനെയാണ് വേണ്ടത്. ദൈവത്തിന്റെ ആത്മാവെ പഠിപ്പിച്ച് നമ്മളെ പ്രാപ്തമാക്കി നിർത്തുവാൻ ഇടയായി തീരും. ഇത് മനുഷ്യന്റെ ഒരു കൈകടത്തിലും ഇതിനകത്ത് വരുന്നില്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ. നമ്മൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാലും കുറെ തിയറി പഠിച്ചാലോ കുറെ തിയറീസ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇതൊന്നും ദൈവത്തിന്റെ ആത്മാവ് എടുക്കത്തില്ല. നീ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് അതവിടെ വെച്ചിട്ട് നീ ദൈവസന്നിധിയിൽ നീ മുളകാലും അടക്കി ഇരിക്കാൻ തുടങ്ങണം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. എത്ര പഠിച്ചാലും അത് അവിടെ കിടക്കട്ടെ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവാത്മാവ് നിനക്ക് തരുന്നതാണ് നിന്നോട് ഇന്ന് പകനേരം ദൈവം സംസാരിക്കുന്നത്. ആമേൻ. ആ ശബ്ദം കേൾക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ദുരുദ്ദേശങ്ങളും അളവിയ തെറ്റായ പഠിപ്പീലുകളൊക്കെയും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ തന്നെ സത്യവചനത്തിന് വേണ്ടി നിൽക്കാൻ ഇന്ന് പകരം നമ്മൾ റെഡിയാകണം. ആമേൻ. യഥാർത്ഥ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നാൽ സുഖമുണ്ടോ? ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് നൽകുന്ന ചില നന്മകളും ചില വഴികളും ദൈവം തരും. പക്ഷേ അതിലൊക്കെയും അധികമായി നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശുദ്ധീകരണം വരുവാൻ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുവാൻ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് കൃത്യത വരുവാൻ, ഇങ്ങനെ അകമയുള്ള മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ജനിച്ചവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അവനിൽ വരുന്ന മാറ്റങ്ങൾ അകമയുള്ള മനുഷ്യന് വരുന്ന മാറ്റമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഈ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി ഒരു പക്ഷെ ചോദിച്ചേക്കും, അങ്ങനെ പരീക്ഷ എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ വെറുതെ ഉപദ്രവിക്കുകയാണോ എന്ന്. അവൻ ആ വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാൽ അഭിഷേകത്തിന്റെ നിറവിൽ ഇന്ന് ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോട് ഈ വചനം പറഞ്ഞാൽ അവനൊരു സംശയമില്ല, കാര്യമില്ല. ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ആത്മീയ വളർച്ച അതിന്റെ പിന്നിലെ പരമപ്രധാനമായ ഒരു ഉദ്ദേശമാണ്. ആമേൻ. ആത്മീയ വളർച്ച വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷ കൂടിയേ തീരത്തുള്ളൂ. ഏതെങ്കിലും പിള്ളേര്
ഒന്നാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരുന്ന SLC പരീക്ഷ എഴുതാൻ വന്ന പിള്ളേർ ഏതെങ്കിലും പരീക്ഷ ഒന്നും കാണാതെയാണോ SLC പരീക്ഷ എഴുതാൻ വരുന്നത്? 1ാം ക്ലാസ് മുതൽ ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പിന്നെ എന്താ പറയുന്നത് അതിന് മുമ്പുള്ള ഫൈനൽ എക്സാമിന് മുമ്പുള്ള മോഡലും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഒരു സ്റ്റാൻഡേർഡ് കടന്നു പോകുന്നത്. അതിനും പറയുന്നത് സ്റ്റാൻഡേർഡ് എന്താ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ 9th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ 10th സ്റ്റാൻഡേർഡ് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ +1 +2 ഒക്കെ കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതിനെല്ലാം പറയുന്ന ഒരു പേരുണ്ട്, എന്താ? സ്റ്റാൻഡേർഡ് അല്ലേ? ഈ സ്റ്റാൻഡേർഡ് അറിയണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ഉള്ളവൻ മാത്രമാ, പരീക്ഷയിലൂടെ പോയവനെ സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തൊരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് മിണ്ടത്തില്ല. സ്റ്റാൻഡേർഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയിലൂടെ പോയേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം, പരീക്ഷയിലൂടെ പോയ മതിയാകത്തുള്ള വാക്യങ്ങൾ വായിച്ച അടുത്ത വാക്യങ്ങളൊന്നും എടുത്ത് വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി, യാക്കോബ് കൃത്യമായി സഭയെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ സ്തോത്രം, നിങ്ങൾ പരീക്ഷ അനുഭവിക്കുമ്പോൾ ഞാൻ ദൈവത്താൽ കഷ്ടത അനുഭവിക്കുകയാണ്, ഞാൻ ദൈവത്താൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ദൈവത്താൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും ആരും പറയരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ്? ആരും അങ്ങനെ പറയരുത്. ഞാൻ ദൈവത്താൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആരും പറയരുത്. കാരണം എന്നാ? അടുത്ത വാക്യം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ഒരു ദോഷത്താലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് യാക്കോബ് പറയുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ഒരു ദോഷങ്ങളാലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, പിന്നെ എപ്പോഴാ പരീക്ഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്? അവൻ നമ്മുടെ അകൃത്യം വഹിക്കുവാൻ പിതാവ് കൽപ്പിച്ച നിർണയിച്ച നാഴികയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു പ്രവേശിച്ചപ്പോൾ നമ്മുടെ അകൃത്യം പുത്രന്റെ മേൽ ചുമത്തി. അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അതുവരെയും അവൻ ഒരു അകൃത്യവും അവൻ ചെയ്തിട്ടില്ല, ഒരു ദോഷവും അവൻ അനുഭവിച്ചിട്ടുമില്ല. മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ സർഗസമരത്തിൽ നമുക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടത്. എന്നാൽ നമ്മുടെ പരീക്ഷ ഏതാണെന്നറിയാവോ? ഇത് യാക്കോബ് നമ്മളെ മനസ്സിലാക്കിക്കാൻ, നമുക്ക് ഈ പരീക്ഷയുണ്ടെന്ന് യാക്കോബ് പറയുമ്പോൾ ഏത് കാര്യത്തിലാണ് നമ്മുടെ പരീക്ഷ കിടക്കുന്നത്? ആ വാക്യം അടുത്ത് വായിക്കുന്ന എന്താണ്? യേശു ക്രിസ്തു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ശ്രദ്ധിക്കണേ സ്തോത്രം, ഒരു ദോഷം കൊണ്ടും ദൈവം ആരെയും താൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പക്ഷേ സഭയോട് ഈ ലേഖനം കൊടുക്കുമ്പോൾ ഇവിടെ പരീക്ഷ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു വന്നവനെല്ലാം ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്, പരീക്ഷ അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? അതല്ലേ നമ്മുടെ മുമ്പിലെ ചോദ്യം. അതിന് മറുപടിയാണ് അവിടെ വരുന്നത്. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് മനസ്സിലാക്കണം. അപ്പോൾ നാം എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? സ്വന്തം മോഹത്താൽ. മനസ്സിലാക്കണം, നാമും പുത്രനാകുന്ന ക്രിസ്തുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നാണെന്നറിയാവോ? വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് വന്നു, പുത്രനാകുന്ന യേശു ക്രിസ്തു പാപം അറിയാത്തവരായിട്ടിരുന്നു. ആളുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പുത്രനാകുന്ന യേശു ക്രിസ്തു പാപമുള്ള സകലത്തിന് പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ അവസ്ഥ, നാം പാപം ചെയ്തിട്ടാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നാം മോഹിച്ചിട്ടാണ് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ദുർമോഹമുണ്ട്, പാപം നമ്മുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ആ മോഹമാണ് നമ്മെ ദൈവത്തിന്റെ അല്ലെങ്കിൽ കോപത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്. നാം നമ്മൾ സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, സഭായോഗത്തിൽ കൂടുന്നവരാണ്, കർത്തൃവേശം പങ്കുചേരുന്നവര്. പക്ഷെ അപ്പോഴും പരീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന് കാരണമാണ് ഈ പറയുന്നത്. നമ്മുടെ ഉള്ളത്തിൽ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചുള്ള മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നാൽ നമ്മെ ദൈവം ശുദ്ധീകരിക്കേണ്ടതിന് അല്ലെങ്കിൽ നമ്മെ പരീക്ഷയ്ക്കായിട്ട് ദൈവകരം അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും.
മനസ്സിലാകുന്നുണ്ടോ? ഹൃദയത്തിൽ എപ്പോഴും കോപമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഹൃദയത്തിലെ കോപം അവന്റെ ഉള്ളത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അവൻ വല്ലാതെ കോപിച്ച് കഷ്ടതയിലാകുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാക്കിക്കണം, നീ തിരിച്ചറിയണം, നീ ഇതുവരെ അറിയാത്തൊരു പാപം നിന്നിൽ കിടപ്പുണ്ട്. അത് കോപമാണെന്ന് കോപിക്കുന്നതിന് മനസ്സിലാകുന്നത് പോലെ മറ്റു പാപങ്ങളുള്ളവൻ അവനിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപം ഇന്നതാണെന്ന് ഗ്രഹിക്കേണ്ടതിന് ദൈവാത്മാവ് അവനെ ചില വഴികളിലൂടെ നടത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യാക്കോബ് അപ്പോസ്തലൻ ഇത് പറയുകയാണ്, ഹല്ലേലൂയ, താൻ ആരാലും യേശുക്രിസ്തു ഹല്ലേലൂയ പാപത്താൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പക്ഷെ നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയാമോ? നമ്മൾ വല്ലാതെ പലവിധ പാപ സ്വഭാവം ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം ജനം, അല്ലേ? നമ്മൾ ക്ലെയിം ചെയ്യുന്ന എന്തൊക്കെയാ? ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അന്യഭാഷയിൽ ആരാധിക്കണം, അഭിഷേകം പ്രാപിച്ചതാ, വെളിപ്പാട് ദർശനമുണ്ട്, ദൂതുകളുണ്ട്, പക്ഷെ പാപവും ചെയ്യുന്നുണ്ട് കൂർത്തി. ആ പാപത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ യാക്കോബ് ഇവിടെ പറയുന്നു, അതിന്റെ അകത്ത് ചില ട്രീറ്റ്മെന്റുകൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ, ചില ട്രീറ്റ്മെന്റുകൾ കർത്താവ് ചെയ്യും. നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം ഒന്ന് എടുത്തേ, അങ്ങോട്ടൊക്കെ പോകണം. ഹല്ലേലൂയ. 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം മുതൽ വായിച്ചേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എടുത്ത, പക്ഷെ വീണ്ടും അതിന്റെ തുറന്നുള്ള 2 വാക്യങ്ങൾ വായിക്കണം. അന്ന് വായിച്ചില്ല, ഇന്ന് വായിക്കണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം സ്തോത്രം 23 മുതൽ വായിച്ചോ. എന്നറിഞ്ഞ് ശ്രദ്ധിക്കണം. ഇവിടെ സ്തോത്രം ശിഷ്യന്മാർക്ക് സ്തോത്രം തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നീ ചിലരെ തെരഞ്ഞെടുക്കണം, അവരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ യോഗ്യതയുള്ളവരാണോന്ന് പരീക്ഷിച്ചറിയണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് സഭയ്ക്കകത്തിരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തെ വ്യക്തമായി ഗ്രഹിക്കേണ്ടതിന് അവരുടെ ആത്മീക നിലവാരം പരിശോധിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആത്മീക നിലവാരം പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയാം കേട്ടോ, നാം ഇപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നമ്മളെ നടത്തുന്ന പാസ്റ്റർ നമുക്ക് വേണ്ട ആത്മീക ഉപദേശം തരുന്നില്ലെന്ന് വെച്ചോ. ശ്രദ്ധിച്ചു കേൾക്ക്. ഒരു ഉപദേശമാകട്ടെ, ക്രമീകരണങ്ങളാകട്ടെ, ആത്മീക ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് വേണ്ടത് ലഭിക്കുന്നില്ലെന്ന് വെച്ചോ. പക്ഷേ നാം അഭിഷേകം പ്രാപിച്ചതാണെങ്കിൽ ദൈവാത്മാവ് നമ്മളെ നടത്തി തുടങ്ങും. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഈ വാക്യം വായിക്കണം, അതിന്റെ തുടർന്ന് നമുക്ക് മറ്റൊരു വാക്യം ഇതിന്റെ ഇടയിൽ ഒന്ന് കയറി വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:27 നമ്മളിത് മനപ്പാടമാകണം. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കാണണം. കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് വളരെ പ്രാധാന്യതയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ വായിക്കുന്നത്. ഈ വാക്യം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. വായിക്കേ. അവനാൽ ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ശ്രദ്ധിക്കണം, അതെങ്ങനെ ശരിയാകൂ? ഒരു ഉപദേശകനും ശുശ്രൂഷകനും ഒരു ശുശ്രൂഷ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ 5 വിധ ശുശ്രൂഷകളെ ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെ? അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ. 5 വിധ ശുശ്രൂഷകളാണ് ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് മനസ്സിലാക്കണം, യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്ന കാര്യം, നമ്മൾ പ്രാപിച്ച അഭിഷേകം നാം പ്രാപിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ പറയുന്ന മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ സ്തോത്രം പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആര് നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അഭിഷേകം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ പോകേണ്ടുന്ന വഴി, അവന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ദൈവമാണ് തീരുമാനിക്കുന്നത്. അവൻ പോകേണ്ട പ്രൊസീജർ, അവൻ കടന്നു പോകേണ്ട സ്റ്റേജുകളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
അവനെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്, അവനെ ഒരുക്കുന്ന ദൈവമാണ്, ശുശ്രൂഷ പകരുന്ന ദൈവമാണ്. അപ്പോൾ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ സ്വഭാവത്തെ രൂപീകരിക്കാൻ ഒരു ദൈവദാസന്മാരും ഭൂമിയിൽ ഇല്ലെങ്കിലും സ്വർഗ രാജ്യത്തിന് നിയമിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ പരിശുദ്ധാത്മാവ് തന്നെ ഒരുക്കിയിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അത് നിസാര കാര്യമല്ല അത്. അപ്പോൾ ആ അഭിഷേകം തന്നെ നമ്മളെ ഉപദേശിക്കും. എന്നാൽ മനസ്സിലാക്കണം, ഇത് സഭയ്ക്കകത്ത് പൊതുവായിട്ട് ഈ ശുശ്രൂഷകൾ വെളിപ്പെടുക തന്നെ വേണം, ഒരു മാറ്റവും അതിന്. നമുക്കിനി മടങ്ങി വരാം. ഇനി മടങ്ങി വരേണ്ടത് നമ്മൾ വായിച്ച തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ വായിച്ച വാക്യത്തില് സ്തോത്രം 23-ാം വാക്യം വായിച്ചത് ഇങ്ങനെയാണ്. 2 തിമോത്തിയോസ് 2:23 ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട. അപ്പം മനസ്സിലാക്കണം, ബുദ്ധിയില്ലാത്ത. എന്താ ബുദ്ധി? ഇന്നത്തെ ബുദ്ധി ഇല്ലാത്തത്. ബുദ്ധി എന്താണ്? പരിശുദ്ധാത്മാവ് നിനക്ക് നല്ല ബുദ്ധിയെ നൽകണം. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായത് പറയണമെന്നുണ്ടെങ്കിൽ നിനക്ക് കൃപയാൽ നിനക്ക് എന്ത് ലഭിക്കണമെന്നറിയാം? നല്ല ബുദ്ധി ലഭിക്കണം. എന്നാൽ മനസ്സിലാക്കണം, ദൈവസഭയ്ക്കകത്ത് വന്നിട്ടും ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് ശ്രദ്ധിക്കണം. മൗഢ്യ തർക്കം സഭയ്ക്കകത്ത് വരുന്നു. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു വ്യക്തി അവന്റെ സ്വഭാവത്തിൽ എപ്പോഴും തർക്ക സ്വഭാവമുള്ളവനാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് ഒഴിഞ്ഞിരിക്കുക എന്ന് ഉപദേശിക്കുന്നു. ഇനി ഒഴിഞ്ഞിരിക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയട്ടെ, നമ്മൾ സഭയ്ക്കകത്ത് ഉപദേശം കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ട് പല ദൈവാത്മാവിന്റെ ആലോചന കേൾക്കുന്നുണ്ട്. ഇതെല്ലാം അനുസരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം അനുസരിക്കുന്നുണ്ടോ? അപ്പോൾ കേട്ടിട്ട് അനുസരിക്കാതിരിക്കുന്നത് മക്കളുടെ ഒരു സ്വഭാവമുണ്ട്, അല്ലേ? വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അപ്പനും അമ്മയും പറയുന്നത് അതുപോലെ ആ സിറ്റീസ് അനുസരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ? വളരെ റയറാണ്, അല്ലേ? ആമേൻ. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, സ്വർഗത്തിലെ കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ചില പാപ സ്വഭാവങ്ങൾ വിടത്തില്ല, ചില പാപ വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളയത്തില്ല. അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിന് എന്ത് ചെയ്യും? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെയൊക്കെ പോയാൽ കർത്താവ് എന്ത് ചെയ്യുമെന്ന്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ബലഹീനനായിട്ട് ഇരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. വിളിച്ച ദൈവം നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനാണെങ്കിൽ, തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലക്ക് മേടിച്ചതാണെങ്കിൽ ആ രക്തത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതിന് മാറ്റമൊന്നുമില്ല. കുഞ്ഞാന്റെ രക്തം വെളിപ്പെടും, തക്ക സമയത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ആ രക്തം പ്രവർത്തിക്കുന്നത്? യേശു ക്രിസ്തു എന്ത് ചെയ്യും? ഇവിടെ അടുത്ത വാക്യം വായിച്ചേ. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ദാസൻ എങ്ങനെയായിരിക്കണം? അവൻ കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും, ശ്രദ്ധിക്കണം, എല്ലാവരോടും ശാന്തതയോടുകൂടെ ജീവിക്കാൻ പറ്റുമോ? തനിക്കിഷ്ടമുള്ള ചിലരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോ ശാന്തതയും സമാധാനക്കുരു, ചിലരെ കണ്ട പെട്ടെന്ന് വിരള് പിടികിട്ടിയോ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ശുശ്രൂഷയിൽ വന്നാൽ എന്ത് ചെയ്യും? അവൻ ആരെ കൊണ്ട് പറ്റി അവനെ നന്നാക്കാൻ? നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അല്ലെ? ആരെ കൊണ്ട് പറ്റി അവനെ നന്നാക്കാൻ? അന്ന് അവനെ നന്നാക്കുന്ന ഒരു സ്വർഗത്തിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് കർത്താവ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ മറന്നുപോയി. എന്താണ് കർത്താവ് അടുത്ത് ചെയ്യുന്നത്? എന്താണ്? കണ്ട ദോഷം ശ്രദ്ധിക്കണം, ദോഷം സഹിക്കണം. ഇത് വലിയൊരു കാര്യം, ദൈവവേലയിലുള്ള ഒരു കാര്യം. അടുത്തിരിക്കുന്നവരൊക്കെ, ഞാനൊരു സഭയ്ക്കകത്ത് എല്ലാവരും വിളി കേട്ട് വന്നിരിക്കുന്നെങ്കിലും ഒത്തിരി പേര് പാപത്തെ ജയിക്കാതെ ഇന്നും ഇരിക്കുന്നവരുണ്ട്. അവർ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറയുന്നുണ്ട്. അത് ലൈസൻസ് ആക്കി ചിലര് എന്ത് തോന്നിവാസം ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റൊന്നും തെറ്റല്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നവരുണ്ട്. മനസ്സിലാക്കണം, അങ്ങനെയുള്ളവരൊക്കെയും മാനസാന്തരപ്പെടണം. എങ്ങനെ കഴിയും? ആരെ കൊണ്ട് സാധിക്കും? മനസ്സിലാക്കണം, ഇവിടെ ഒരു മനുഷ്യനെ നമ്മൾ നോക്കരുത്. ഒരു
പാസ്റ്റർമാരെയോ ഒരു പ്രവാചകന്മാരെയോ ഒരു അപ്പോസ്തലന്മാരെയോ ഒരു ടീച്ചർമാരെയോ നോക്കരുത്. പിന്നെ ആരെയോ നോക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവത്തെ നോക്കിക്കണം. കാര്യം വിളിച്ചതും വേർതിരിച്ചതും ഹല്ലേലൂയ സ്തോത്രം രൂപീകരിച്ചതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻ നിർണയമാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് എന്ത് ചെയ്യും? ശാന്തനായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് ശാന്തത ജീവിതത്തിലില്ല. ചിലർ പറയുന്നത് എന്നാ പറയും, എല്ലാവരും എനിക്ക് സമാധാനമുള്ള അന്തരീക്ഷം നന്നായി ഞാൻ ശാന്തനായിട്ടിരിക്കും. അങ്ങനെയൊന്നും നീ ശാന്തനായിട്ടിരിക്കണ്ടെന്ന് ചിലരുടെയൊക്കെ പറച്ചിൽ കേട്ട കഷ്ടം തോന്നിപ്പോ. ചിലരെല്ലാ സാഹചര്യവും നന്നായിട്ട് ഇവൻ സ്വർഗത്തിൽ പോകാനിരിക്കുക. ഇവരൊക്കെ എന്നോട് തോന്നിവാസം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. എടാ നീ അങ്ങനെ പൊട്ടിത്തെറിക്കരുത്. എഴുതി വെച്ചിരിക്കുന്ന വചനം ഒന്നുകൂടെ വായിച്ചേ. കർത്താവിന്റെ ദാസനാണെ കേട്ടാ മതി. ശണ്ടയിട നീ വാ ഓർന്ന കലഹവും ബഹളവും വഴക്കുമാണ്. കാരണം എല്ലാവരോടും ചിലർക്കൊക്കെ മാനസിക രോഗം വരുന്നില്ലെന്നുള്ള കാര്യം എന്താ പറയാ, അഭിനയിച്ച് ചിലര് സമാധാനപ്രിയരാണ് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ഈ അഭിനയ. പക്ഷെ ഇതൊക്കെ കുഴഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്. മനസ്സിലായോ? അവിടെ വായിക്കുന്ന എന്താണ്? വായിച്ചേ. എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനായി അത്രേ. ചിലരുടെ പുസ്തകത്തിൽ ദോഷം ചെയ്യുന്നവനായിട്ട് എത്ര ഇരിക്കേണ്ടതെന്നാണോ? ആണോ? ഞാൻ മറ്റാരെയും പറയും, നാം നമ്മെ തന്നെ നോക്കിയാൽ മതി. ശ്രദ്ധിക്കണേ, ദോഷം സഹിക്കണം. പറ്റുമോ എന്ന് പറഞ്ഞാൽ വഴി കൂടെ പോകുന്ന വയ്യാവേലിയെല്ലാം എടുത്തു പോകണമെന്നല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താണ്? നിനക്ക് ഈ ഗുണം നൽകണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ ഇത് സാധിക്കും. അടുത്ത വാക്കുകൾ വായിക്കാതെ വെച്ചവർ. ശ്രദ്ധിക്കണം, വിരോധി. ആരാണ് വിരോധി? ഈ പറഞ്ഞ നിലവാരത്തിൽ ജീവിക്കാത്ത ശുശ്രൂഷകന്മാരെ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതി കൊടുക്കുമ്പോ കത്തിൽ എഴുതി വെച്ചേക്കുന്ന വിരോധികൾ. അയ്യോ, ഞങ്ങൾ ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ട് ബൈബിൾ കോളേജിലൊക്കെ പോയി ഒത്തിരി ഡിഗ്രിയൊക്കെ ഉള്ളതാ. ഞങ്ങൾ ഒത്തിരി പേര് അറിയുന്ന. നിന്നെ വിളിച്ചിരിക്കുന്ന പേരാ വിരോധി. സഭയ്ക്കകത്ത് കലഹം ഉണ്ടാക്കുന്നവൻ, വഴക്കും വക്കാളം ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നവനെ വിളിച്ചിരിക്കുന്ന പേരാ വിരോധി. കണ്ടോ? മോസ്റ്റ് റവറന്റ് വിരോധി. അല്ലേ മോസ്റ്റ് റവറന്റ്. പിന്നെ പാസ്റ്റർ ശ്രേഷ്ഠദാസനൊക്കെ വിരോധിയാണ്. പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പാപത്തെ ജയിച്ചിട്ടില്ല. കഷ്ടം വരുമ്പോൾ ചിലരുണ്ടല്ലോ, ചിലർക്ക് ഈ വേഷമേ ഉള്ളൂ. പ്രശ്നം വന്നിരുമ്പോ പെട്ടെന്ന് അവര് ക്ഷുഭിതരാകുന്ന അവസ്ഥ, കൺട്രോൾ പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റിലൂടെ അവര് പോയിട്ടില്ല. മനസ്സിലാവുന്ന? പരിശുദ്ധാത്മാവ് അവരെ നടത്തുവാൻ കർത്താവിന്റെ കരത്തിലേക്ക് അവർ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞ കർത്താവിന്റെ കരത്തിലേക്ക് വരുമ്പോഴാണ്, അനുഭവത്തിലൂടെ വരുമ്പോഴാണ് സമാധാനവും സ്വസ്ഥതയൊക്കെ കൊണ്ടുള്ളൂ. ദോഷം സഹിച്ചാലും തിരിച്ച് ദോഷം ചെയ്യാതെയൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ പരീക്ഷയിലൂടെ കടന്നുപോയേ മതിയാകത്തുള്ളൂ. കാരണം എന്നാ? ഹൃദയത്തിൽ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ആ ഭാഗത്തിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അവിടെ എന്താ നമ്മൾ അവിടെ കാണുന്നത്? സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ നമ്മൾ മറിക്കുന്ന എങ്കിലും സ്തോത്രം അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ആരാലും പരീക്ഷിക്കപ്പെടുന്നു എന്ന്, ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് നീ പറയരുത്. എന്തുകൊണ്ടാ? പരീക്ഷിക്കുന്നില്ല. അപ്പൊ നീ കോപിക്കുന്നതോ? നിന്റെ ഉള്ളിൽ കോപ സ്വഭാവമുണ്ട്. അത് പാപമാണ്. മനസ്സിലാവുന്നുണ്ടോ? ശണ്ടയിടുന്നവനാണോ നീ ശണ്ടയിടുന്നവനാണ്. ആ ശണ്ടയിടുന്ന നിന്റെ സ്വഭാവം മാറണം. എന്ത് പ്രവർത്തിച്ചാലും തിരിച്ചു പകരത്തിന് പകരം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് പ്രതികാരം ചെയ്യാൻ നടക്കുന്നവന്റെ പ്രതികാര സ്വഭാവം മാറണമെങ്കിൽ കാൽവരുടെ ലോട്ടി വരണം. എങ്ങനെ വരണം? നീ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ കരത്തിൽ എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ആ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ വരേണ്ടത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വായിച്ച തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ നമ്മൾ വായിച്ച വാക്ക് തുറന്ന് വായിച്ച്, വിരോധികൾക്ക് അപ്പോ മനസ്സിലെ ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ഉളവാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ എന്താ വായിച്ചത്?
അപ്പൊ സത്യത്തിന്റെ പരിജ്ഞാനം വന്നാലാണ് ദൈവസഭയ്ക്കായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധന്മാരിൽ ദൈവം എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച വ്യക്തി അവൻ ആര് തന്നെ ആയിരുന്നാലും അവന്റെ ആയുസ്സിൽ ഒരു നാളിൽ ദൈവിക സന്ദർശനം ഉണ്ട്. മനസ്സിലായോ? കർത്താവ് സന്ദർശിക്കും, തീർച്ചയായും സന്ദർശിക്കും. ആ സന്ദർശനത്തിൽ ദൈവം ആഗ്രഹിച്ച വിധത്തിൽ സന്ദർശിക്കപ്പെടുന്നവൻ ശുദ്ധീകരണം പ്രാപിച്ച കർത്താവിന്റെ മുമ്പിൽ വിളങ്ങുവാനിടയായി തീരും. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ എന്റെ മേലുള്ള ദൈവിക സന്ദർശനം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ ഓരോരുത്തരെ ദൈവം സന്ദർശിക്കാനിരിക്കുന്നത് എപ്പോഴാ ഏത് വിധത്തിലാണെന്ന് എനിക്കും അറിയത്തില്ല. നമുക്ക് മനസ്സിലായ വിധത്തിലും ചിലരെ ദൈവം സന്ദർശിച്ച സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴും ചില പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അതുപോലെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാനേ കഴിയത്തുള്ളൂ. എങ്ങനെ നമ്മളെ പിടിക്കണമെന്ന് ദൈവത്തിന് അറിയാം, എങ്ങനെ നമ്മളെ കൊണ്ടുവരണമെന്ന് ദൈവത്തിന് അറിയാം. ഒരു സ്തോത്രം പറയാമോ? ഓ സ്തോത്രം, കഷ്ടം. ഹല്ലേലൂയ, ഒരു സ്തോത്രം പോലും ഇല്ല. ആമേൻ, സ്തോത്രം. കേട്ട് മടുത്തു പോയ കരങ്ങൾ ദൈവത്തെ മാത്രപ്പെടുത്തിയാട്ടെ. ആ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എല്ലാ സ്തോത്രം വേഗം പറഞ്ഞോ, കർത്താവ് വേഗം പരിപാടി തുടങ്ങും. വായിച്ചോ. കണ്ട, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി. അപ്പൊ ഈ മാനസാന്തരം വരാനാ നമ്മളെ കർത്താവ് വിളിച്ചത്. ഈ മാനസാന്തരം ഉണ്ടെങ്കിൽ നിനക്ക് സൗത്തിൽ ശണ്ടയിടാതെ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുള്ളൂ. ചിലർ ഈ പേ പിടിച്ചോടെ നടക്കുന്നുണ്ടോ? ഒരു സ്വസ്ഥതയില്ല, ചെയ്യുന്നത് കൃത്യതയില്ല, പറയുന്നതിന് വ്യക്തതയില്ല, പ്രവർത്തിക്കുന്നതിന് വ്യക്തതയില്ല. ആളുകൾ വായി തോന്നെല്ലാം വിളിച്ചു പറഞ്ഞ പോലെ നടക്കുന്നുണ്ടോ? എന്താണെന്നറിയാം? മാനസാന്തരമില്ല. ആളുകൾ അപ്പൊ അയ്യോ ആ വ്യക്തി സഭയിൽ പ്രധാന ആളാ, ഇത്ര ഡിഗ്രികളുണ്ട് കയ്യില്, അവര് വളരെ അറിയപ്പെടുന്ന വ്യക്തി, അതെ അവന് മാനസാന്തരം ഇല്ലാതെ ഇതൊക്കെ ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, ദൈവം പ്രതീക്ഷിച്ച ശുശ്രൂഷ നിന്നിൽ നിന്ന് വെളിപ്പെടുന്നതിന് മുമ്പ് കർത്താവ് നിന്നെ ചെത്തി നേരെയാക്കും കേട്ടോ. എന്നിട്ട് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതിനു മുമ്പ് നീ ചെയ്യുന്ന ഒന്നും ലിസ്റ്റിൽ പോലും കാണത്തില്ല. മനസ്സിലായോ? എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതിരിക്കണമെങ്കിൽ മാനസാന്തരം വന്നല്ലേ പറ്റുള്ളൂ. അടുത്ത് ശണ്ടയിടാതെ, ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് വായിക്കുന്നത് ശാന്തനും ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം. എങ്ങനെയാണ് ഈ ശണ്ടയിടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടതിന് മാത്രമേ സാധിക്കത്തുള്ളൂ. മാനസാന്തരം വരണം, മാനസാന്തരം വരണം. പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. അപ്പൊ അത് എളുപ്പമല്ലേ? ഹൃദയം തുറന്നു വെച്ചാൽ ദൈവാത്മാവ് കയറി വന്ന് നിന്റെ നിയന്ത്രണം ഏറ്റെടുക്കല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാ, പക്ഷേ നിന്നിൽ വരേണ്ട സമയം എപ്പോഴാണ് ദൈവം തീരുമാനിക്കുന്നത്. പിടികിട്ടിയോ? നിന്നിൽ ശുദ്ധീകരണം വരാൻ ദൈവം തീരുമാനിക്കുന്നത്. നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെടണമെങ്കിൽ നീ കണ്ണുനീരിന്റെ വഴിത്താരയിലൂടെ ചെല്ലണം. ഇപ്പോഴെന്താ ഒരു രസമെന്നറിയാമോ? ഇപ്പൊ ഒരു പ്രശ്നം വന്ന ഇടതും വലതും കൈയേറ്റി പിടിക്കാനായിട്ട് ആശ്രയങ്ങളും പ്രാർത്ഥനയുടെ തൂണുകളോ ആശ്രയങ്ങളെല്ലാം പലതും കിടപ്പുണ്ട്. ഇതെല്ലാം ദൈവം എടുത്തങ്ങ് മാറ്റും. പിടികിട്ടിയോ? ഞാനീ പറയുന്നത് വെറുതെ പറയുന്നല്ല. ഞാനീ പറയുന്ന കാര്യം വെറുതെ പറയുന്നത്. കർത്താവ് എങ്ങനെയാ പരീക്ഷിക്കപ്പെട്ടത്? പറയ, കർത്താവ് എങ്ങനെയാ പരീക്ഷിക്കപ്പെട്ടത്? ഹല്ലേലൂയ. നമ്മളവിടെ നോക്കുമ്പോ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് 4-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പരീക്ഷിക്കപ്പെടുകയാണ് ഇവിടെ. അവൻ പൂർണ്ണ ദൈവമായിരിക്കെ അവൻ തന്റെ മുമ്പിൽ വെക്കുന്ന ചില പരീക്ഷകളെ ജയിക്കുന്നു. ഈ പരീക്ഷ എങ്ങനെയാ വരുന്നതെന്നറിയാം? ശ്രദ്ധിച്ചേ. നീ കോപ സ്വഭാവമുള്ളവനാണെങ്കിൽ, നീ നുണ പറയുന്ന വ്യക്തിയാണെങ്കിൽ, അഹങ്കാരിയാണെങ്കിൽ, അസൂയാലുവാണെങ്കിൽ നിന്റെ പാപത്തെ പിടിക്കാൻ ദൈവത്തിനറിയാം. നീ ഏതിലാണോ ബലഹീനനായിരിക്കുന്നത് അതോ അല്ലെങ്കിൽ ആ ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന പിശാചുണ്ട്. ആ ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന പിശാചുണ്ട്. അവൻ വന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിന്റെ അടുത്ത് വരും. നീ ആശ്രയിക്കുന്ന താങ്ങെല്ലാം മാറ്റിയിട്ട് നിനക്ക് ദൈവവചനം വെളിപ്പെടുത്തി തരും. നീ വചനത്തിൽ ആശ്രയിക്കണം. ഈ സഭയ്ക്കകത്ത് കലഹം ഉണ്ടാക്കുന്നവനൊന്നും വചനത്തിൽ ആശ്രയിച്ചിട്ടില്ല. കാര്യം അവന്റെ വായിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയല്ലാതെ വചനത്തിലുള്ള ആശ്രയമൊന്നും സഭയ്ക്കകത്ത് കലഹം ഉണ്ടാക്കുന്നവനൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വർഷങ്ങളായിട്ട് സഭയ്ക്കകത്ത് അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. അവിടെ ഇരിക്കും എന്തെങ്കിലും പാസ്റ്ററുടെ വിഷയമോ കമ്മിറ്റിയിലെ വിഷയമോ ചാടി എഴുന്നേറ്റ് നിന്നോണ്ട് ഉറങ്ങി തൂളുന്നു കിടക്കുന്നുണ്ടോ?
അതൊക്കെ മാനസാന്തരപ്പെട്ടിട്ടില്ല. കാര്യം അവനെ ദൈവം സന്ദർശിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഒരു പക്ഷേ ഒരുവന്റെ നല്ല സമയത്തായിരിക്കും ഈ സ്വഭാവമൊക്കെ. ഇത് കഴിഞ്ഞ് അവൻ പ്രായമായി വാർദ്ധക്യത്തിലേക്ക് മക്കളുടെ ആശ്രയം ചിലപ്പോൾ അവനെ കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളുമായിരിക്കും. അവിടെ ഇട്ടായിരിക്കും ദൈവം പിടിക്കുന്നത്. പിടികിട്ടിയോ? ചിലപ്പോൾ മക്കൾ നേരത്തെ മരിച്ചു പോകും, ഇവൻ അനാഥനായിട്ട് തീരും. അവസാനം ഇവൻ ആശ്രയിക്കുന്ന മേഖലകളെ ദൈവം സന്ദർശിക്കും. പാസ്റ്റർമാരുമില്ല, ആരുമില്ല, എല്ലാം മാറി ഇയ്യോബിനെ ഇട്ടിട്ട് പോകുന്നവർ ഇട്ടിട്ട് പോകും. അങ്ങനെ ഇടുമ്പോ ദൈവം ഇട്ടുപിടിക്കും. ആ പിടുത്തത്തിൽ നീ മാനസാന്തരപ്പെടണം. ലോകം നിന്നെ പഴിക്കും, ദുഷിക്കും, നിന്റെ ഗതികേടിനെ കുറിച്ച് പറയും. പക്ഷേ നിന്നിൽ വരുന്ന ശുദ്ധീകരണ സ്വർഗമാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ലോകത്തിൽ ഒരു പ്രതിഫലമില്ല. നീ വിശുദ്ധനായി തീർന്ന നിനക്ക് വല്ലവരും വല്ലതും തരുവോ പറഞ്ഞേ? ആരും നിന്നെ അംഗീകരിക്കുവോ? നിന്നെ അംഗീകരിച്ച കാര്യങ്ങൾക്ക് നിനക്ക് നടുവില്ല. പുറമേ നിനക്ക് വിരോധം തന്നെ വരികയും അകമേ നീ ആത്മസന്തോഷം പ്രാപിക്കുകയും ചെയ്യും. അകമയുള്ള ശുദ്ധീകരണം നിസാര കാര്യമല്ല കേട്ടോ. ദൈവം നിർണയിച്ച സമയത്തിൽ സ്നാനപ്പെട്ടതാണോ നീ, അഭിഷേകം പ്രാപിച്ചാണോ നീ, ഇരുന്ന് ഉറങ്ങിക്കോ, ദൈവം പിടിക്കുന്ന ദിവസമുണ്ട്. വായിച്ചോ. ലൂക്കോസ് സുവിശേഷം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് ആത്മാവ് അവനെ. എന്റെ ഒരു ചോദ്യം, ഈ ആത്മാവ് സ്വന്തം ദൂതുകളോ ആലോചനകളൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയിലേക്ക് നടത്തുവോന്നേ? അതാണ് നിന്റെ പ്രശ്നം. നീ ആത്മാവിൽ ആരാധിച്ചു അവകാശപ്പെടുന്ന, നീ പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ വഷളാക്കണം, നീ പ്രാർത്ഥിച്ചുറച്ച് നീ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ നീ വിചാരിക്കും എനിക്ക് വിടുതലാണ്. പക്ഷെ നീ പരീക്ഷയിലേക്ക് ആ സ്റ്റെപ്പ് വെക്കുന്നത് നീ അറിയില്ല. എങ്ങനെയുണ്ട്? നീ വിശ്വസിച്ചത് എനിക്കിന്ന് വിടുതല, എനിക്കിന്ന് ആശ്വാസമാ, കാര്യം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സംശയമുണ്ടോ? നീ ഇന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് ആത്മാവ് ആലോചന എന്നാ നീ മരുഭൂമിയിലേക്ക് ഏകനായിട്ട് വാർക്ക്. അടുത്തുള്ള മരുഭൂമിയിലേക്ക് ആത്മാവ് അവനെ നടത്തി. അല്ലേ? നിങ്ങളുടെ ചില സ്റ്റെപ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വെപ്പിക്കും കേട്ടോ. നിങ്ങൾക്ക് നേരെ ദൈവത്തിന്റെ കോണ്ടാക്ട് ലഭിച്ചിട്ട് നിങ്ങൾ ചില സ്റ്റെപ്പുകൾ വെക്കും. നിങ്ങൾ ദൈവാലോചന വരുമ്പോ ഭയങ്കര ആശ്വാസവും ആശ്രയവും സന്തോഷമായിരിക്കും. പക്ഷെ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോ ഇതുവരെ കാണാത്ത പ്രശ്നങ്ങൾ നിന്റെ നേർക്ക് അടിക്കുന്നു. ചിന്തിക്കും, അയ്യോ ഇതാണ് എനിക്ക് വേണ്ടി വെച്ചത്. നമ്മൾ ആരെങ്കിലും ആ നേരത്താണെങ്കിൽ എന്നെ പ്രാർത്ഥിച്ച് ഉടനെ പ്രവാചകന്മാരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് അതിന് നമുക്ക് വിടുതൽ പ്രാപിക്കണം. പക്ഷെ ഒരു പ്രശ്നം എന്നാണെന്നറിയാവോ? നിന്നെ പരീക്ഷയ്ക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തതാണെങ്കിൽ ഒരു സമയം നിർണയിച്ച് നീ ആശ്രയിച്ച എല്ലാ ആശ്രയങ്ങളും ദൈവം മാറ്റിയിട്ട് അതിനെ പിടിക്കുന്നത്. ഞാനത് വെറുതെ പറഞ്ഞല്ല, നമ്മൾ ആശ്രയിച്ച ആശ്രയങ്ങളെല്ലാം ദൈവം എടുത്ത് മാറ്റും. നമുക്ക് തോന്നുന്നു ഒരു മനുഷ്യന്റെ ആശ്വാസവാക്ക് കേട്ട സമാധാനം, പക്ഷെ നീ ഇരുന്ന് കരയുള്ളൂ. ഒരു മനുഷ്യന് പോലും നിന്നോട് കരുണ തോന്നത്തില്ല. കാര്യം എങ്കിലേ നീ കരുണ ചെയ്യുന്നവനെ നോക്കത്തുള്ളൂ. നിന്നോട് ദയ ചെയ്തവനെ നീ നോക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സകല വഴികളും അടങ്ങിയേ തീരത്തുള്ളൂ. വായിച്ചേ. മരുഭൂമിയിലേക്ക് നടത്തി പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ, പരീക്ഷ വന്നു കഴിയുമ്പോണ്ടല്ലോ നമ്മളുടെ സ്വാഭാവിക ജീവിത ശൈലിക്ക് പിടുത്തം വീഴും. അല്ലേ? ഒന്നാമത്തെ കേസ് ഞാൻ ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനവും തിമത്യോസിന്റെ ലേഖനം എടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറി നിൽക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആ തരുന്ന ഗൈഡൻസ് വെച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പരീക്ഷയ്ക്കായിട്ട് ദൈവം നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്റെ സ്വാഭാവിക ജീവിത ശൈലി അങ്ങ് മാറും. നീ എന്നും പോയിക്കൊണ്ടിരുന്നത് പോലെ എന്നും ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോസസ് അങ്ങ് ദൈവം നിർത്തും. നീ എന്തൊക്കെ അയ്യോ വലിയ ശത്രു വലിയത് എന്റെ നേർക്ക് ചെയ്തതാണെന്നാണ് പറയാം. അങ്ങനെയുള്ള വിശ്വാസമുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചതാണോ? നിന്നെ ദൈവം പിടിക്കുന്ന സമയത്ത്, നിന്നെ ശുദ്ധീകരിക്കാൻ ദൈവം നിർണയിച്ച സമയത്ത് സ്വാഭാവികമായി നിന്റെ ജീവിതത്തിൽ നിന്ന് റുട്ടീനായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറും. റുട്ടീനായിട്ട് നടന്ന കാര്യങ്ങൾ അവിടെ കർത്താവ് ബ്രേക്ക് ചെയ്യും. വായിച്ചേ. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. ശ്രദ്ധിക്കണേ, ഏറ്റവും ശരീരത്തിന് ആവശ്യമായത് ആഹാരമാണ്. ആഹാരങ്ങളിൽ ഏറ്റവും രുചിയുള്ളതും ഇഷ്ടവിഭവങ്ങൾ എന്ന് പറയുന്ന എല്ലാവരുടെയും ഇഷ്ടമുള്ള കാര്യം അല്ലേ? എനിക്കും ഇഷ്ടവിഭവങ്ങളുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നിന്റെ നാവിന്, നിന്റെ വായിക്ക് ഇഷ്ടമായത് ആദ്യം ദൈവം നിരോധിക്കും. അയ്യോ, ചിലര് ഭക്ഷണത്തിന് വേണ്ടി ചാവും
അല്ലെ? ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടേസ്റ്റുകള് ഏതൊക്കെ ദേശങ്ങളിലുണ്ടോ അതെല്ലാം പോയി ഭക്ഷിച്ച് അവിടുത്തെ എന്താ പറയുന്ന രുചി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും, അല്ലേ? എന്നാൽ മനസ്സിലാക്കണം, കർത്താവ് ഒരുവനെ തെരഞ്ഞെടുത്ത് പരീക്ഷയ്ക്കായിട്ട് ഒരിക്കൽ ആദ്യത്തെ എന്നാന്നറിയാവോ, നിന്നെ മൃഷ്ടാന ഭോജനവും സുഖതീറ്റയല്ല അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. അടുത്തത് വായിച്ചേ. അവ കഴിഞ്ഞപ്പോൾ അവന് നിനക്ക് ആവശ്യങ്ങൾ തുടങ്ങും. പിടികിട്ടിയോ? ഇതുവരെ നീ സ്വാഭാവികമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങും, തിരിഞ്ഞിരിക്കും, വായിക്കോട്ടെ വീട് സ്തോത്രം അവസാനം പറയുന്നു, ഇങ്ങനെ ആടിക്കാണിക്കും. എന്നിട്ട് നീ ഒറ്റ ഓട്ടമാ നിന്റെ വഴിക്ക്, അല്ലേ? നീ ഒരൊറ്റ ഓട്ടം നിന്റെ വഴിക്ക്. ഈ ഓട്ടം നിൽക്കുന്ന ദിവസം പരീക്ഷാ ദിവസമാണ്. നീ എവിടെ പോകണമെന്ന് ദൈവം തീരുമാനിക്കും. നീ ഓടാൻ അവിടെ ഒന്നുമില്ല, നിനക്ക് ചെയ്യാനൊന്നും ഇല്ലാത്ത ലെവലിൽ കർത്താവ് ആ റൂട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്യും. അയ്യോ, ഇത് ശാപവാക്കാണോ ഈ പറയുന്നത്? ചില സഭയ്ക്ക് അത് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ പറയും, അയ്യോ ഇത് ഭയങ്കര ശാപം പറയുന്നതെന്ന് പറയും. അതൊന്നും വീണ്ടും ജനിച്ചിട്ടില്ല. വായിച്ചേ. അവിടെ കിടക്കുന്ന ഒരുത്തം പോലും. അതായത് നിന്റെ ആവശ്യത്തിന്റെ പുറത്ത് നീ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോ പെട്ടെന്ന് നിന്റെ മുമ്പിൽ ചില സോഴ്സുകൾ തുറന്നു വരും. ഇവിടെയാണ് നിന്റെ ചലഞ്ച് ഇരിക്കുന്നത്. ദൈവമാണോ സാത്താനാണോ സംസാരിക്കുന്നതെന്ന് നിനക്ക് വിവേചിക്കുന്ന സാഹചര്യത്തിലേക്ക് നീ എത്തും. നീ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? ആര് പറഞ്ഞാലും നീ കേൾക്കും, എങ്ങോട്ട് വിളിച്ചാലും പോകും, എന്നാ പറഞ്ഞാലും ചെയ്യും. നിനക്ക് ആദ്യം വേണ്ടത് സുബോധമാണ്. മനസ്സിലാവുന്ന നമ്മൾ വായിച്ച തിമോഥെയോസിന്റെ ലേഖനത്തിൽ കണ്ട വാക്യം എന്താണെന്നറിയാം? എന്താണ്? ബുദ്ധിയില്ലാത്ത നിനക്ക് ബുദ്ധി ആദ്യം വരണമെങ്കിൽ നീ പരീക്ഷിക്കപ്പെടണം. നീ പരീക്ഷയിലൂടെ പോകുമ്പോഴാണ് നിനക്ക് ബുദ്ധി വരുന്നത്. നിനക്ക് ശരിതെറ്റുകൾ മനസ്സിലാകണം, ദൈവത്തിന്റെ പ്രസാദകരമായ കാര്യങ്ങൾ മനസ്സിലാകണം. നീ ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിനക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിന്റെ ആദ്യമേ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണ്? കർത്താവ് അനുഭവിച്ച വിഷയം ആദ്യം അവന്റെ ഫുഡിന് ഷോർട്ടേജ് വന്നു, അവന്റെ റുട്ടീൻ ലൈഫിന് പിടി വീണു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇന്നതുപോലെ സമ്പാദിച്ച് ഇന്നതുപോലെ സുഖമായിട്ടിരിക്കും, ആ സമ്പാദ്യം അങ്ങ് കട്ടായ നീ ദൈവത്തിലേക്ക് നിന്റെ കണ്ണു ഉയർത്തുവോ? കടക്കാര് വന്ന് നിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആളറിയാസോദരം കടം അടയ്ക്കാൻ പറഞ്ഞിട്ട് നിനക്കില്ലാതെ വന്ന് നിനക്കുള്ളതെല്ലാം ജപ്തി ചെയ്യേണ്ടി വന്നാ നിന്റെ കണ്ണു തുറക്കുവോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കേ. ആമേൻ. വായിച്ചേ. നീ ദൈവപുത്രനെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനല്ലേടാ, നീ സ്നാനപ്പെട്ടവനല്ലേടാ, നീ സമുദായം വിട്ടവനല്ലേടാ, എന്നിട്ട് നീയൊക്കെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചേ? ഈ ചോദ്യത്തിന്റെ മുമ്പ് നിന്നെ കൊണ്ട് ദൈവം നിർത്തൂന്ന്. അപ്പൊ രണ്ട് ചോയ്സാ കേട്ടോ. നിനക്ക് തള്ളിപ്പറയാം, ദൈവകൃപ പ്രാപിച്ച് പരിജ്ഞാനത്തിനായിട്ട് സംസാരിക്കും. ഇവിടെയാണ് നമ്മുടെ ടെസ്റ്റ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചോ? നമ്മെ ചില ഷോർട്ടേജിന്റെ മുമ്പിൽ കൊണ്ട് ദൈവം നിർത്തുന്നത് നശിപ്പിക്കാനല്ല, നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കാനാണ്. ഹല്ലേലൂയ. നമ്മളെന്ന് റിഫൈൻ ചെയ്തെടുക്കണം, ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരണം. ആ ശുദ്ധീകരണത്തിന്റെ ആ പ്രോസസ്സാണ് ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ആദ്യം നിന്നെ നടത്തുമ്പോ നിനക്ക് ദൈവശബ്ദം കേട്ട് നീ സ്റ്റെപ്പ് വയ്ക്കും. ആ സ്റ്റെപ്പിൽ നീ ചവിട്ടുന്നോട് കൂടെ റൂട്ടീൻ ലൈഫ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുക. നീ ഇരുന്ന കാലങ്ങൾ തിരിഞ്ഞു നോക്കും. കർത്താവെ, പണ്ടുള്ള പോലെ ആ നല്ല നാൾ ഇനി അങ്ങ് തിരിച്ചു വരുമോ? തിരിഞ്ഞ് നീ നോക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ പരീക്ഷാ കാലത്ത് കയറിയേക്കുക. പിടികിട്ടിയോ? ഇങ്ങനെ ചില അനുഭവം, ആ പണ്ടത്തെ പോലത്തെ ഒരു അനുഭവം ഒന്ന് വന്നാ മതിയായിരുന്നു. ആ നല്ലപോലെ ഒരു ഒരു കാലഘട്ടം വന്നാ മതിയായിരുന്നു. നീ പുറകോട്ട് നോക്കിണ്ടിരിക്കും. പക്ഷേ ദൈവം നിന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാം? മുമ്പോട്ട് നോക്കാനാ. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ആയാൻ വേണ്ടിയാ ദൈവം നിന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഇത് മനസ്സിലാവുന്നില്ല ചിലർക്ക്. പരീക്ഷ വരുന്നത് മുമ്പിലുള്ളത് കാണാൻ വേണ്ടിയാ നിന്നെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് അപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിമ്പിലുള്ള കാര്യം പറയാനാ ഇരിക്കുന്നത്, അല്ലേ? ആളറിയ അവിടെ വചനം പറഞ്ഞ അടുത്ത ഭാഗം വായിച്ചേ. സാത്താൻ ഇവിടെ പറയുന്നത് എന്താ? പിശാച് അവനോട് ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന്.
അതായത് കർത്താവ് കൊണ്ടുവന്നത് നിനക്ക് വിശപ്പിന്റെ നടുവിൽ നീ വചനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരീക്ഷിക്കാനാണ് കർത്താവ് കൊണ്ടുവന്നത്. ആ പരീക്ഷയ്ക്കകത്ത് നീ വിശപ്പിന്റെ നടുവിൽ വചനത്തിന് വേണ്ടി നിൽക്കുന്നതിന് പകരം വിശപ്പിന് വേണ്ടി അപ്പത്തിന് വേണ്ടി നിൽക്കാനാണ് സാത്താൻ സംസാരിക്കുന്നത്. നീ വെറും മാനുഷികമായിട്ട് നിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ, ആത്മീയമായിട്ട് തീരുമാനം എടുക്കുന്നുണ്ടോ എന്നും നീ പരീക്ഷയിലേക്ക് വരുന്ന ചില നാഴികളാണ് കടന്നു പോകുന്നത്. പിടികിട്ടിയോ? നമ്മുടെ മുമ്പിൽ വരുന്ന പരീക്ഷയുടെ മുമ്പില് എന്റെ തീരുമാനങ്ങൾ വെറും മാനുഷികമാണോ, വെറും മാനുഷികമാണോ? എടാ, നിനക്ക് വിശന്ന അപ്പം തിന്നണമെന്ന് അറിയത്തില്ലേ? ഇത് വെറും മാനുഷികമാക്കാം. എന്നാൽ അപ്പത്തിന്റെ നടുവിൽ ഞാൻ ആരാണ്? എന്നെ ഈ പരീക്ഷയിൽ കൊണ്ടുവന്ന യജമാനന്റെ ഉദ്ദേശം എന്താണ്? ഈ വിശപ്പ് കയറിയിരിക്കുമ്പോഴൊന്നും ആത്മീകം ചിലർക്ക് വർക്കാകത്തില്ല അല്ലേ? എന്നാൽ വിശപ്പ് കയറിയിരിക്കുമ്പോൾ നിന്നെ ദൈവകൃപയിൽ നിറയ്ക്കുന്നതാണ് സ്വർഗത്തിന്റെ പ്രോസസ് എന്ന് മനസ്സിലാക്കിക്കോണം. നിന്നെ പണിതെടുക്കുന്നത് കണ്ണുനീരിന്റെയും കഷ്ടതയുടെ നടുവില് സ്വർഗ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാനാണ് കർത്താവിനെ പണിതെടുക്കുന്നത്. മനസ്സിലാവുന്നു? നിസ്സാര കാര്യത്തിനല്ല. അതിനാണ് അഭിഷേകം എന്നിൽ പകർന്നിരിക്കുന്നത്. നീ സാത്താന്റെ പരീക്ഷയിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച യോഹന്നാനിൽ 1 യോഹന്നാൻ 2-ാം അധ്യായം നമ്മൾ വായിച്ച വാക്കിന് നീ പ്രാപിച്ച അഭിഷേകം തന്നെ നിന്നെ ഉപദേശിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ കഷ്ടത വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കും, നമ്മെ വഴി നടത്തും. നാം ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ പ്രാപിച്ച അഭിഷേകം നമ്മെ ഉപദേശിക്കണം. അഭിഷേകം നമ്മളെ ഉപദേശിക്കൽ മാത്രമേ നാം ചൊവ്വയുള്ള വഴിയിൽ നടക്കത്തുള്ളൂ. പക്ഷെ നീ ഇന്ന് മരുഭൂമിയിലാകുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? നീ അഭിഷേകത്തിന്റെ ശബ്ദം കേൾക്കുവാനാണ് നീ ഇന്ന് മരുഭൂമിയിലൂടെ നടക്കേണ്ടി വരുന്നത്. എന്നാൽ സാത്താന്റെ അജണ്ട എന്നാണെന്നറിയാമോ? നിന്നെ പകർന്ന അഭിഷേകത്തിന്റെ ശബ്ദം നീ കേൾക്കാതെ പുറമേയുള്ള സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നീ വേഗം കാര്യങ്ങൾ ചെയ്യണം. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ചിലരെ സംബന്ധിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ പുറകെ പൊക്കോണം. ഓക്കെ, അതിനെന്നാ വേണം? ജോലിയാണെങ്കിൽ ജോലി, ബാക്കി കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്ത് മുമ്പോട്ട് പൊക്കോണം. പക്ഷെ അങ്ങനെ പോകുന്നവനോട് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. മനസ്സിലാവുന്ന? 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വ്യക്തി തന്റെ ലോകത്തിലെ പ്രശ്നത്തിന് വേണ്ടി ഭൗതിക മേഖലകളിൽ ഇടപെട്ട് സാത്താൻ അറിയാം എങ്ങനെ ഇവന്റെ സമർപ്പണവും വഴിയൊക്കെ വലിച്ചു കളയണമെന്നറിയാം. അവസാനം ഇവൻ വേഷം കെട്ട് മാത്രമേ സഭയ്ക്കകത്ത് കാണുന്നുള്ളൂ. 85 അല്ല 90% അപ്പോഴും ലോകക്കാരനായിരിക്കുകയായിരിക്കും. സാത്താൻ അറിയാം എങ്ങനെ. അങ്ങനെ അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവൻ തെറ്റിപ്പോയാൽ ഇവനെ നോക്കി വരുന്ന എത്ര ആടുകളുണ്ടോ അത്രയും പേരെ വഴിതെറ്റിക്കാൻ എളുപ്പമോ? മനസ്സിലായോ? ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയുന്നതിന് കാരണം, പരീക്ഷയിലേക്ക് വരുമ്പോൾ നാം പിടിച്ചു നിൽക്കണം. പരീക്ഷ അനുഭവിക്കുമ്പോൾ നാം പിടിച്ചു നിൽക്കണം. വായിച്ചേ, തുടർന്ന് വായിച്ചേ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കണ്ടോ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കാൻ കൃപ പ്രാപിച്ചു. മനസ്സിലായോ? അതായത് നമ്മളുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ആളുകളെ സാത്താൻ നിന്റെ മനസ്സിനോട്, നിന്റെ ബുദ്ധിയോട് സംസാരിക്കും. സാത്താൻ നിന്റെ ബുദ്ധിയോട് സംസാരിക്കും. നമ്മുടെ ബുദ്ധിയോട് സംസാരിക്കുന്ന എന്നാന്നറിയാവോ? പറയും, നീ ഇങ്ങനെ കിടക്കുമ്പോ നീ ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ എങ്ങനെയാടാ മുമ്പോട്ട് പോകുന്നത്? ഇത് പിശാച് പറയുന്നതാണ്, മനസ്സിലാക്കണം. പിടി കിട്ടിയോ? പലരും പിശാച് പറയുന്നത് കേട്ടിട്ട് സുവിശേഷ വേല കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ചെയ്യുന്ന വേല സുവിശേഷ വേലയും അല്ല, അവർ ചെയ്യുന്ന അവരവർക്ക് തന്നെയാണ് ചിലർ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാത്താൻ പറയുന്ന അവന്റെ തന്ത്രം ശ്രദ്ധിക്കണം. നിന്നെ വെറും മനുഷ്യനാക്കി, വെറും സാധാരണ മനുഷ്യനാക്കി ഒതുക്കാനാ സാത്താൻ സംസാരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ കാണുന്ന ഈ ലോകത്തിന് അനുരൂപമായ കാര്യമല്ല ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. വിശ്വാസത്തിന്റെ വചനമാണ് നിന്റെ നാവിൽ നൽകുന്നത്. അത് പ്രഖ്യാപിക്കണം നീ. മനസ്സിലായോ? വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, മോഹങ്ങളിൽ വലഞ്ഞു പോയ വ്യക്തിയാണെങ്കിൽ അവിടെ വചനം പറയുന്നത് എന്താണ്? വിരോധിക്ക് ദൈവ സത്യത്തിന് പരിജ്ഞാനം നൽകുമോ എന്ന് പിശാചിനെ പിടിപ്പെട്ട് കുടുങ്ങിയവരാകിയാൽ അവരെ സുബോധം പ്രാപിച്ച് അവരുടെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ? എങ്ങനെ ദൈവേഷ്ടം ചെയ്യാൻ കഴിയുന്നത്?
നീ ആദ്യം നിന്റെ ബുദ്ധിയോട് സാത്താൻ സംസാരിക്കുന്ന വിഷയങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നീ ദൈവ കൃപയിലേക്ക് നീ തിരിച്ചു വരണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം, നമ്മളിൽ ചിലർക്ക് ചില പ്രതിസന്ധി വരുമ്പോ ഉടനെ പ്രായമുള്ളവരാണ് മക്കളെ ആശ്രയിക്കും. മക്കളാണ് മാതാപിതാക്കന്മാരെയോ, ഭാര്യ ഭർത്താവിനെയോ, ഭർത്താവ് ഭാര്യയോ, കൂട്ടുകാരെ, സഭയിലെ പാസ്റ്റർമാരെ, പ്രവാചകന്മാരെ ഇങ്ങനെ നടക്കുക എല്ലാത്തിനും രക്ഷിക്കാൻ. സഹോദരൻ, അങ്ങനെയൊക്കെ പലരെയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലാ പെന്തക്കോസുകാരുടെയും ഒരു പ്രവാചകൻ ശരിയല്ല, ഒരു സുവിശേഷൻ ശരി, ഈ പാസ്റ്റർ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവന്റെ ലിസ്റ്റിൽ ഒരു പ്രവാചകനുണ്ട്, ഇവന്റെ ലിസ്റ്റിൽ ഒരു ഇടയനുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഈ പെന്തക്കോസിന്റെ അത് നിൽക്കാൻ പറ്റില്ല. 10 ഭാഷമാരുടെ കുറ്റം പറയുമ്പോൾ ഇവനൊരു ഭാഷ നല്ലതായിട്ടുണ്ട് ഇവന്റെ ഹൃദയത്തിൽ. ഇവൻ വേറൊരു പ്രവാചകന്റെ പേര് ലിസ്റ്റ് കൊണ്ടിട്ടുണ്ട്. ഇവന് പ്രശ്നം വരുമ്പോൾ വിളിക്കാൻ പിടികിട്ടിയോ? ദൈവം പരീക്ഷയ്ക്കായിട്ട് അടുത്ത് വരുമ്പോഴല്ലോ ഈ കോണ്ടാക്ട് എല്ലാം ദൈവം എടുത്തൊക്കെ മാറ്റും. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല ഇത് വളരെ ആഴത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അത് അനുഭവിച്ചതെന്ന് വിളിച്ചത് ഞാൻ പറയുന്നതാണ്. അത് കർത്താവ് പരീക്ഷയ്ക്കായിട്ട് വരുമ്പോഴല്ലോ നമ്മുടെ ആശ്രയങ്ങളെല്ലാം ദൈവം മാറ്റും. കാര്യം നാമും ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നു. ആരെയാണോ കർത്താവ് ശരിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അവനെ നേരിട്ട് ഇടപെടുകയാണ്. അവൻ ആശ്രയിച്ച എല്ലാ ആശ്രയങ്ങളും ദൈവം മാറ്റിയിട്ട് സംസർഗം ആ നേരത്ത് ഡയറക്റ്റ് ആയിരിക്കും. ദൈവവും അവനും മാത്രം, അവനും ദൈവവും മാത്രം. അവസാനം അവൻ ദൈവത്തോട് സംസാരിക്കുന്നത് വരെയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിരോധനം എത്ര നാളാണെന്നറിയാമോ? ദൈവത്തോട് ഇവൻ സംസാരിക്കുകയും ദൈവം ഇവനോട് സംസാരിക്കും. ഇവൻ ദൈവശബ്ദം കേൾക്കണം. അളവിയാസത്ത് ദൈവത്തിന്റെ ആലോചന ഇവൻ ഗ്രഹിക്കണം. ഈ ദൈവത്തിന്റെ ഇഷ്ടം എന്നാണ് ഇവൻ ഗ്രഹിക്കുന്നത് വരെ കർത്താവ് വിട്ടുമാറുന്നില്ല. അതാണ് ആ വാക്യമാണ് നമ്മൾ ഈ വായിച്ച വാക്യം നമ്മൾ കാണുന്നത്. വിരോധിക്കും ദൈവം സത്യത്തിന്റെ പരിജ്ഞാനം. 2 തിമോഥെയോസ് 2:24. കണ്ടോ? അപ്പൊ വിരോധി എന്ന് പറയുന്ന ആരാന്ന് മനസ്സിലായോ? ഈ ദൈവശബ്ദം കേൾക്കുകയും ഭക്തിയുടെ വഴിയിൽ ചെല്ലാതിരിക്കുന്നവരാണ്. അവരെ ഭക്തരാക്കുന്നത് ദൈവമാണ്. എങ്ങനെയാണ്? അവരെ പരീക്ഷിക്കും ദൈവം, അവരെ ശുദ്ധീകരിക്കും ദൈവം, അവരെ ഉടയ്ക്കും ദൈവം. അവരെ ഉടച്ചാണ് വാർക്കുന്നത്. ഉടയ്ക്കാൻ ചിലരെ ദൈവം വെച്ചിട്ടുണ്ട്. അവരെ ഉടച്ച് തന്നെ എടുക്കത്തുള്ളൂ. ആമേൻ. ഉടച്ച് അവരെ ദൈവം വാർത്തെടുക്കും. ആമേൻ. ഇതുവരെ പുറകോട്ട് നോക്കിയിരിക്കുന്നെങ്കിൽ മുമ്പോട്ട് നോക്കാൻ ദൈവം കൃപ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ദൈവ ശബ്ദം കേൾക്കും. നീ ഒരു പ്രവാചകന്റെ പുറകെ പോയി ഫോൺ എടുത്ത് ഇന്ന പ്രവാചകൻ വിളിച്ചിട്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദൈവാത്മാവ് എന്നെ ആലോചന പറയുന്നതെന്ന്, ഇതൊക്കെ ദൈവം അനുവദിക്കുന്ന എന്നാന്നറിയാമോ? ദൈവം നിന്നെ ഉടയ്ക്കാൻ ഒരു പ്രായവും സമയം വെച്ചിട്ടുണ്ട്. അതുവരെ നീ പണി എല്ലാം ചെയ്യും. നിന്നെ പിടിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ ഒരു പ്രവാചകനും കയറത്തില്ല, മക്കള് കയറത്തില്ല, ഭർത്താവ് കയറത്തില്ല, ഭാര്യ കയറത്തില്ല, കുടുംബക്കാര് കയറത്തില്ല, ആരെയും ദൈവം കയറ്റത്തില്ല. നീയും നിന്റെ ദൈവവും, നീയും നിന്റെ ദൈവവും, ദൈവവും നീയും മാത്രം. അങ്ങനെ ദൈവം നിർത്തും. വായിച്ചേ ആ വാക്യം വായിച്ചേ. അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതുവരെയും നീ സാത്താനൊക്കെ നീ പാപ സ്വഭാവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ച കാര്യം, ചിലർക്ക് തൊടുന്ന് പിടിക്കുന്ന ദേഷ്യവാ. തൊടുന്ന് പിടിക്കുന്ന പറയുന്ന എല്ലാം ദേഷ്യമാണ് ചിലർക്ക്. അവർക്ക് ചിലരെ ഇഷ്ടമാ. ചിലരുടെ പ്രശ്നമല്ല, ചിലരെ ഭയങ്കര ഇഷ്ടമാ. അവരെന്നാ പറഞ്ഞാലും ചിരിച്ചോണ്ട് കേട്ടോണ്ടിരിക്കും. പക്ഷെ അവർക്ക് വേറെ ചിലരെ ഇഷ്ടമല്ല. അവര് എന്ത് ചെയ്താലും അതിന്റെ പ്രശ്നമേ കാണത്തുള്ളൂ. വെറുപ്പാ. നിനക്ക് ഈ ദേഷ്യം എന്താ പറയുക? അകത്ത് വെറുപ്പ് കയറിയിട്ടുണ്ട്. ഈ വെറുപ്പുള്ള നീ, ഈ കോപം നടത്തിക്കൊണ്ട് ഈ കോപിക്കുന്ന നീ, നിന്നെ നന്നാക്കാനുള്ള വഴി ദൈവത്തിനറിയാം. എങ്ങനെയാണെന്നറിയാവോ? നിന്റെ ആശ്രയം എല്ലാം ദൈവം എടുത്തങ്ങ് മാറ്റും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ പറയും. ഇന്ന് ശക്തമായ പരിശുദ്ധാത്മാവ് ഈ ഭാഗം തരുന്നുണ്ടെങ്കിൽ കർത്താവിനറിയാം നിന്നെ ശരിയാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. കർത്താവിന് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ ശരിയാക്കണമെന്നുള്ളത്. അങ്ങനെയാണ് കർത്താവ് ഇതിനെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തിന്റെ സന്ദർശനം വരുന്നത് വരെ ആ പാപം വിടുന്നില്ല. അതുകൊണ്ട് ആ വിരോധിക്ക്, അവിടെ വായിക്കുന്ന വാക്യം എന്താണ്? കർത്താവ് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ അപ്പൊ നിനക്ക് മാനസാന്തരം നൽകുമോ? അത് ലഭിക്കേണ്ടതാണ്. അപ്പോൾ നീ കർത്താവ് നിന്റെ അടുത്ത് വരുന്നവരെ നിനക്ക് എന്തില്ല? മാനസാന്തരം. നീ വ്യക്തിപരമായി ദൈവത്തെ അറിയുന്നവരെ നിനക്ക് മാനസാന്തരം ഇല്ലെന്ന്. പക്ഷെ നീ സ്ഥാനപ്പെട്ടതാ. ഇടയ്ക്ക് തത്തന്ന് ഇങ്ങനെ അന്യഭാഷയൊക്കെ പറയുന്നു. പക്ഷെ നിനക്ക് മാനസാന്തരമില്ല. ശ്രദ്ധിച്ചു? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. മാനസാന്തരം വന്നിട്ടില്ല. മാനസാന്തരം വരുമോ? വാക്യം വായിച്ചേ.
മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട. ശ്രദ്ധിച്ചേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഈ പ്രധാന പുള്ളിയെ ഈ തൊടുന്നു പിടിക്കുന്ന കലഹവും ബഹളവും വഴക്കും തെറിയും എല്ലാ പ്രശ്നക്കാരനായിരിക്കുന്നവനെ പിശാച് പിടിച്ചേക്കുന്നതാന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലേ? അവൻ സാത്താന്റെ ബന്ധനത്തിലാന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇച്ചിരി മുമ്പേ സങ്കീർത്തനം പ്രവചിച്ചിട്ട് പോയിരുന്ന ഇവൻ സാത്താന്റെ ബന്ധനത്തിലേ ഇരിക്കുന്നെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കാൻ ചാടി പ്രാർത്ഥിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതോട്ടും വലതോട്ടും നോക്കിയിട്ട് ചാടി പ്രാർത്ഥിക്കും. ഇവരിൽ ഭൂതമുണ്ടെന്ന്. ആ ഭൂതത്തെ മാറ്റാൻ ആർക്കാ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ഭൂതമൊക്കെ വിട്ടു പോകണമെങ്കിൽ പ്രവാചകൻ തന്നെ കൈവച്ച് അങ്ങനെ കൈവച്ച് പോകുന്ന ഭൂതമൊക്കെ ചെറിയ സാധനം. ഇതൊക്കെ ഇത് കിൻഡൽ കണക്ക് സാധനകത്ത് കിടക്കുക. കൈവശമല്ല, പിന്നെ എന്നാ ഭൂതം. പല സ്വഭാവത്തിരിക്കുന്ന കോപിക്കുന്ന ഒരു ഭൂതം, ശാഠ്യം പറയുന്ന ഒരു ഭൂതം, നോണ പറയുന്ന ഒരു ഭൂതം, ഇങ്ങനെ പല സാധനം അകത്തിരിക്കുക. ഇതൊന്നും പോയിട്ടില്ല. കാരണം എന്നാന്നറിയാമോ? ഇവന്റെ കണ്ണുകൊണ്ട് ഈ ബന്ധനത്തിൽ ഇരിക്കുന്നവനുണ്ടല്ലോ, പാസ്റ്റർമാരെ കാണുന്ന എങ്ങനെയാന്ന് പറയും. ഞാൻ പറയാം, ഇങ്ങോട്ട് ചോദിക്കുക. അവര് പറയുന്നുണ്ടോ, ഓ നീയോ, നിന്നെ എനിക്കറിയാം, ഞാനില്ലേ, നീ ഉണ്ടോ, ഞാനല്ലേടാ നിന്നെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ സ്റ്റാൻഡേർഡോടുകൂടി ഇവന്റെ സ്റ്റാൻഡേർഡ് കൂടുമായിട്ട് മീറ്റ് ചെയ്യുക. എങ്ങനെ? ഇവന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാ? ആരോടും എന്തും പറയാം, എങ്ങനെ നിൽക്കാം, എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ഇവനെ കർത്താവിന്റെ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വായിച്ചേ. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകെ. ഞാൻ ചോദിക്കട്ടെ, ഈ ബന്ധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ്ട് ചോദിക്കുന്ന അടുത്ത വീട്ടിൽ നിന്ന് അവനാ എന്നാന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട അവൻ എൻ്റെ മുമ്പിൽ കൂടെ പോയപ്പോ ഏതാണ്ട് എൻ്റെ മുമ്പിൽ ചെയ്ത് അത് ഏതാണ്ട് എന്നെ ബാധിച്ചേക്കുന്നത് അല്ലേ? എന്റെ കുടുംബത്തിലുള്ള ഇന്ന വ്യക്തി എനിക്ക് വേറെ ശക്തമായിട്ട് ഏതാണ്ട് ചെയ്ത് അതാ ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. എടാ, നിന്നിൽ പാപമുണ്ട്, നീ എന്താ അത് സംഭവിക്കാത്തെ? ഞാൻ ചോദിക്കട്ടെ, അതെന്താ സംഭവിക്കാത്തെ? ഒന്ന് പറഞ്ഞേ, ഒന്ന് സംഭവിക്കാത്തെ? നിന്നിലിരിക്കുന്ന ഈ ചാട്ടം, എപ്പോ പറഞ്ഞാലും പറഞ്ഞ ഉടനെയുള്ള ചാട്ടം, ഇതൊരു ഭൂതമാണെന്ന് എന്താ മനസ്സിലാകാത്തെ? അത് ആരെങ്കിലും അയച്ച, എടാ നീ ജനിച്ചപ്പോഴേ നിന്റെ കൂടെ ഉണ്ട്. നീ ജനിച്ച ആദാമിന്റെ പ്രകൃതിയിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തു വന്നപ്പോ മുതൽ ഈ ഭൂതം നിന്റെ കൂടെ ഇരിക്കുക. ആ ഭൂതം നിന്നെ വളർത്തിക്കൊണ്ടിരുന്ന ഈ സ്വഭാവം എല്ലാം തന്ന് നിന്നെ പഠിപ്പിച്ച് വഴിതിച്ച ഭൂതം നിന്റെ കൂടെ ഇരിക്കുക. നീ ചോദിക്കുന്നത് ആരാണ്ട് വിട്ടതാണോന്ന്? നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നാ നീ അതിനെ വെറുക്കണം. നിനക്ക് വെറുക്കാനുള്ള പ്രകൃതിയില്ല. അതിനാ കർത്താവ് നിന്നെ പരിശോധിക്കുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് അതിനെ കളയാനുള്ള ശക്തിയില്ല. നീ കളയാൻ നീ അതിനെ കണ്ടിട്ടില്ല, അറിഞ്ഞ് നീ അനുഭവിക്കുന്നുണ്ട്. നിന്റെ സ്വഭാവം അതിന്റെ സ്വഭാവമാണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാകത്തില്ല. അങ്ങനെ ഇരിക്കുന്ന നിന്നെ ശുദ്ധീകരിക്കാൻ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരും. നിന്റെ അകത്തിരിക്കുന്ന പാപസ്വഭാവം പരസ്യമായിട്ട് വെളിപ്പെടത്തക്ക നിലവാരത്തിൽ ഇടപെടും. ഇതിപ്പോ നമ്മുടെ വിഷയമല്ലെങ്കിൽ ഞാനൊരു കാര്യത്തിന്റെ കൂടെ പറയാം. നമ്മളെ അങ്ങേ കുമ്പനാട് നോക്കുമ്പോ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് കടന്നുകൊണ്ട് ബഹളം കണ്ടില്ലേ? ഒരു പുള്ളി ഒരു ഓഫീസ് തല്ലി തകർത്ത് അകത്ത് കയറുന്നു, വേറൊരു വ്യക്തി തള്ളിവിടുന്നു, വേറെ പെണ്ണുകേസ് പിടിപ്പിക്കുന്നു. ഇതൊക്കെ എന്നാ? ഇവരൊക്കെ ജനിച്ചപ്പോ ഇവന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭൂതം ഇവരെ പോയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനെന്ത് വേണമെന്നറിയാവോ? ദൈവിക സന്ദർശനത്തിലേക്ക് വരണം. ഞാൻ ഒരിക്കൽ അത് ആരാന്ന് എനിക്കറിയത്തില്ല, ഒരു ഓവർസിയർ, ചർച്ച കൊണ്ടാണോ ഏതോ ഒരു സഭയുടെ കണ്ട ഒരു ഓവർസിയർ, പുള്ളി ജീവിച്ച കാലത്ത് ഭയങ്കര ഹില്ലാടിയാന്നാ കേട്ട കാര്യം. ഒത്തിരി വിഷയത്തെ കുറിച്ച് കേട്ടിരുന്നതാണ്. അപ്പൊ അദ്ദേഹം മരിക്കാൻ നേരത്ത് തെറി പറഞ്ഞാ ചത്തേന്ന് ഞാൻ കേട്ടൊരു കാര്യമാ. തെറി പറഞ്ഞാണ് ചത്തെന്ന് പറഞ്ഞു. ചത്ത എന്നുള്ള പദമാണ് എന്നോട് പറഞ്ഞാൽ തെറി പറഞ്ഞാ ചത്തേന്ന്. ചിലർ പറഞ്ഞാണ് മലം വാരി എറിയുമായിരുന്നു പറഞ്ഞു. മനസ്സിലായി? അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നറിയാമോ? നിന്റെ നല്ല യൗവന കാലത്ത് നീ സൃഷ്ടാവിനെ ഓർത്തിട്ടില്ല. മാത്രമല്ല ഈ വചനപ്രകാരം ദൈവിക പരിശോധനയിലൂടെ കടന്നു പോയിട്ടില്ല.
മനസ്സിലാകുന്നുണ്ടോ? ദൈവിക പരിശോധന വരണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നെ നടത്തുന്ന വഴിയിലൂടെ പോയേ പറ്റുള്ളൂ. കാൽവറിയുടെ പാതകളിലൂടെ നീ നടന്നു നീങ്ങണം. അവൻ മുറിവേറ്റ് പിടഞ്ഞ വഴിയിൽ നീ ചെന്ന് നിൽക്കുമ്പോഴാണ് നിന്റെ മേൽ ഭരിച്ചിരുന്ന ആ പോരിന്റെ ശക്തികൾ നിന്നിൽ നിന്ന് മാറുവാൻ ഇടയായിത്തീരുന്നത്. എങ്ങനെ മാറുന്നത്? എങ്ങനെ മാറും? ദൈവം ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജന്മനാ കൂടിയിരിക്കുന്ന ചില സ്വഭാവങ്ങൾ നിന്നിൽ നിന്ന് പോയേ മതിയാകത്തുള്ളൂ. അത് നിന്നിൽ നിന്ന് വിടാനാ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സ്വഭാവങ്ങളിലൊക്കെ പരാജയപ്പെട്ട് കിടക്കുന്ന ചിലർ എഫെസോസിലുണ്ട്. അത് കണ്ടിട്ടാണ് തിമോഥെയോസിന് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഇവിടെ പറയുന്നത്. ഇതിലേക്ക് ജയിക്കാത്തവര് ഈ ശുശ്രൂഷയിലേക്ക് വന്ന അതിന്റെ കൂടെ ഇരിക്കുന്ന ജനത്തിനാണ് അതിന്റെ തലവേദന വരുന്നത്. പിടികിട്ടിയോ? ഹല്ലേലൂയ. അതായത് ദൈവകരത്തിൽ ഹല്ലേലൂയ പരിശോധിക്കപ്പെടാത്ത അല്ലെങ്കിൽ കല്ലിന് കുറവ് തീർത്ത കല്ലുകളാകാത്ത ശുശ്രൂഷകരാണ് വരുന്നതെങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമായി തീരും. വായിച്ചേ, ആ ഭാഗം വായിച്ചേ. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് അവരുടെ അവസ്ഥ നിലവിൽ അവർ ബന്ധനത്തിലാണ്. ആ ബന്ധനം ആരും ചെയ്ത ക്ഷുദ്രമല്ല, ആരും ചെയ്ത മന്ത്രവാദോ ആഭിചാരോ അല്ല. ഇവൻ പാപ സ്വഭാവം ഇരിക്കുകയാണ്. അവനെ അടക്കി പാടുന്ന ദുർഭൂത ശക്തി അവന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ, അവന്റെ ശരീരത്തിൽ വസിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷയിലേക്ക് ദൈവം വിടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് വെറുതെ കാര്യമല്ല. നിങ്ങൾ വെറുതെ ഇത് കേൾക്കരുത്. ഇത് വളരെ പ്രാർത്ഥനാപുരസരം കേൾക്കേണ്ട വിഷയമാണിത്. വളരെ ഭക്തിയോടെ കേൾക്കേണ്ട വിഷയമാണ്. നീ ഇവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് സുഖമായിട്ടില്ലല്ല ഇത് കഴിഞ്ഞ് ചോറ് തിന്ന, ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകാം, കിടന്ന് ഉറങ്ങാന്നും പറഞ്ഞുള്ള ആ സ്വഭാവത്തിൽ ഇരുന്ന് കേൾക്കേണ്ട കാര്യമല്ല ഇത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് അതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കണം കേട്ടോ. പരീക്ഷാ ദിവസം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. വായിച്ചേ. അവർ സുബോധം പ്രാപിച്ച് തന്റെ കെണിയിൽ നിന്ന് കണ്ടോ? ദൈവേഷ്ടം. അപ്പൊ മനസ്സിലാക്കേണ്ട പരീക്ഷ എപ്പോ തീരും അറിയാവോ? നീ ദൈവഗീതം അറിയുന്നത് വരെയും പരീക്ഷ നിൽക്കത്തില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. ചില പ്രസംഗത്തിന് മുമ്പിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തുള്ളൂ. ഇത് പരീക്ഷ. ഞാൻ മാനസാന്തര ദൈവേഷ്ടം അറിയുന്നത് വരെയോ ഞാൻ മറ്റുള്ള പ്രവാചകന്മാരെയും പാസ്റ്റർമാരുടെയൊക്കെ മുമ്പിൽ പോയി ആലോചന അറിഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഞാനൊന്നും നേരിട്ട് ദൈവാലോചന കേട്ടിട്ടില്ല. ആരെ കൊണ്ട് പറ്റും? അപ്പൊ അങ്ങനെ പോയിരിക്കുക. നീ അങ്ങനെയല്ലേ പറഞ്ഞത്? നിന്നോട് ദൈവം ഇടപെടുകയും നീ ദൈവശബ്ദം കേൾക്കുകയും ചെയ്യുന്ന സമയം വരെയും പരീക്ഷ വിട്ടു മാറത്തില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ? ഇരുന്ന് മയങ്ങുന്ന എന്നാന്നറിയാവോ? അതെന്നാന്നറിയാവോ? ഈ മയങ്ങുന്ന വ്യക്തിയിൽ ഈ ദുർഭൂത ശക്തിയുണ്ട്. ആ ദുർഭൂത ശക്തി മയക്കി കളയുകയാണ്. കേൾക്കരുത്, ഇത് കേൾക്കരുത്. അതുകൊണ്ടാണ് അഭിഷേകത്തിന്റെ നിറവിൽ ശുശ്രൂഷിക്കുമ്പോ ചിലരിന്ന് മയങ്ങുന്ന. എന്നാൽ ഇപ്പൊ ഒരു തൂമ്പായി എടുത്തിട്ട് അടുത്ത പറമ്പിൽ അവിടെ നിന്ന് കളയ്ക്കും. അവൻ വൈകിട്ട് 6 അല്ലെങ്കിൽ 7 മണി വരെ നിന്ന് കളയ്ക്കും. അവൻ ഉറങ്ങി വീഴുന്നില്ല, തളരുന്നില്ല, ഒരു ക്ഷീണവും ഇല്ല. പിന്നെ വചനം പറയുമ്പോ പാടുന്ന കാണാനാ അകത്ത് മറ്റേ ഇരിപ്പുണ്ടെന്നേ, വേറെ ആളകത്തിരിപ്പുണ്ട്. അകത്തിരുന്നോണ്ട് ആ ഭൂതവരെന്ന് പറയാ നീ ഉറങ്ങിക്കോ, നീ കേൾക്കണ്ടടാ. നിന്നെ പിടിക്കുന്ന സമയത്ത് മാത്രം സസ്പെൻസ് ആയിട്ട് നീ ഞെട്ടി എഴുന്നിട്ടുണ്ടല്ലോ. കണ്ണിൽ ഇരുട്ട് കയറുന്ന കാര്യം വെച്ചേക്ക് നീ വായിച്ചോണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. ദൈവം പിടിക്കുന്ന എങ്ങനെയാന്ന്. വായിച്ചേ. സുബോധം പ്രാപിച്ച് കണ്ടോ? ഇതാണ് അവന്റെ കെണി. അപ്പൊ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് നീ പുറത്തു വരണം. ശ്രദ്ധിച്ചേ. നീ ഇതുവരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നിലിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് നീ പുറത്തു വരുന്ന ആ സ്വഭാവത്തെ നീ വെറുക്കണം. അപ്പൊ ദൈവാത്മാവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ രസിച്ചോണ്ടിരിക്കുന്ന പാപത്തെ നീ വെറുക്കണമെന്ന്. അതെന്നാ പിടുത്തം പിടിച്ചാലാ നടക്കുന്നേ? അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോ. വായിച്ചേ. അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിച്ചു
പഠിപ്പിക്കേണ്ടതുമാവുന്നു. കണ്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. കാര്യം ഞാൻ സൗമ്യതയോടെ ചെയ്തോണോ. ഈ ഭൂതാത്മാവ് വാദിച്ചവർ ചിന്തിക്കുന്ന എന്നാണെന്നറിയോ? അത് ശ്രദ്ധിക്കാൻ ഒരു വലിയൊരു മർമ്മം ഞാൻ പറയാം. ഈ ഭൂതാത്മാവ് വാദിച്ചവർ ചിന്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കും ഈ ഇരിക്കുന്നവർക്കുമായിട്ട് വേറെ ഏതോ ഒരു ബന്ധമുണ്ടെന്ന്. എല്ലാം അവരെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്നു. ഇല്ല, അങ്ങനെ ഒരു ബന്ധമില്ല. അതൊക്കെ കാൽവറി മരണത്തോടുകൂടി ഏകീഭവിക്കാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അതൊക്കെ പൊട്ടി. എല്ലാ പാരമ്പര്യ ബന്ധനങ്ങളും പൊട്ടി. മനസ്സിലായെന്നാ പറയുന്നത് എന്നാന്ന്? ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിന്റെ നിറവിൽ ശാന്തതയോടെ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അടുത്ത ലെവലിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരികയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ചിലർ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ആ ദൈവദാസൻ എന്റെ കണ്ണി നോക്കിക്കൊണ്ടാ പറഞ്ഞു, അവൻ ദേഷ്യപ്പെട്ടത് ശരിയായില്ല, ദേഷ്യപ്പെട്ടോ. ഇതൊക്കെ ഭൂതമായി പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂതമായി ഇരുന്ന് പറയുന്നത്. ഈ ഭൂതം ഇരുന്നോണ്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടോ സംസാരിച്ചോ? അങ്ങനെയാണോ ആത്മീയൻ? അങ്ങനെയാണോ ഭക്തയുടെ ഭൂതം? ഇതേ ഭൂതം ഹല്ലേലൂയ യോർദാനിൽ സ്നാനപ്പെട്ട കർത്താവിന്റെ അടുക്ക ചെന്നിട്ട് ചോദിക്കുക, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വിശന്നൊന്നും ഇരിക്കല്ല, സമയത്തിന് ഭക്ഷണം കഴിക്കണം. സമയത്തിന് ഈ ഭക്ഷണത്തെ പിടിച്ചാ ഭൂതം പുറത്തു വരും. ചില ഭൂതം പുറത്തു വന്നാൽ ഭക്ഷണത്തെ പിടിച്ചാൽ മതി, ഭൂതം പുറത്തു വരും. ചിലർക്ക് ഭക്ഷണം ഒരു വലിയ ബന്ധനമാണ്. അതിനറിയാം, അവന്റെ അകത്തിരിക്കുകയാണ് ആ സാധനം. മനസ്സിലാവുന്നുണ്ടോ? അത് പറയുമ്പോൾ ഒളിച്ചിരിക്കും. അത് വേഗം തീർന്നാൽ മതിയായിരുന്നു. സ്വത്രം വേഗം തീർന്നാൽ മതിയായിരുന്നു. അധികമൊന്നും പറഞ്ഞ വേഗം അങ്ങനെ അതിന് വേദനിക്കാൻ തുടങ്ങി. ഭക്ഷണത്തെ പിടിച്ചിരിക്കുന്ന ഭൂതമാണെന്ന് പറഞ്ഞപ്പോ ഭൂതത്തിന് വിഷമം തോന്നി. അടുത്ത എന്നാന്നറിയാം, വേഗം പ്രസംഗം തീർന്നാൽ മതി, വേറൊന്നും പറയണ്ട. മനസ്സിലാക്കണം, ഓരോ പോരുകള് ആ നിലവാരത്തിലായിരിക്കും. 40 ദിവസം കർത്താവ് മരുഭൂമിയിലുണ്ട്. ഇവര് വിശപ്പ് മാത്രം അനുഭവിച്ചപ്പോ വിശപ്പിന്റെ കാര്യം കൃത്യം നോക്കി വന്നല്ലോ, അല്ലേ? അപ്പൊ എല്ലാ കാര്യത്തിലും ഇതുപോലെ ശ്രദ്ധ ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, സാത്താനും മനസ്സിലാക്കണം, ഈ സാത്താൻ ഒരിക്കലും ഒരപ്പം കൊണ്ടുവരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, സാത്താന്റെ സ്വഭാവമുള്ളവരെന്നാണ് പറഞ്ഞ ഭയങ്കര കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഒരു കാര്യം പ്രഥമ ദൃഷ്ടിയാൽ ഒന്നും ചെയ്യത്തില്ല. യാക്കോബ് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, ഭൂതങ്ങൾ കർത്താവ് എന്ന് പറയുമ്പോൾ പറയും വിറയ്ക്കും ചെയ്യും. അത് മാത്രം പോരാ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഷ്ടതയിലും അഹോവൃത്തിക്കും അകയില്ലാതിരിക്കുകയും ചെയ്ത് നമുക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടതിനും കൊടുത്തിട്ടും കൂടെ പോരാന്നാ പറഞ്ഞത്. എന്താ കാര്യം? അത് പറയുമ്പോഴാണ് ചിലർക്ക് ഇളകുന്നത്. ഭക്ഷണത്തെ തൊടുമ്പോൾ, പണത്തെ തൊടുമ്പോഴൊക്കെ ചിലർക്ക് ഇളകും. മനസ്സിലായോ? ചിലർക്ക് ഭക്ഷണത്തെ തൊടുമ്പോൾ ചിലരുടെ ഭൂതം ഇളകും, ചിലർക്ക് പണത്തെ തൊടുമ്പോൾ ചിലരുടെ ഭൂതം ഇളകും. മറ്റേ ഭയങ്കര സ്തോത്ര ഹാളിൽ അങ്ങനെ എല്ലാം പറയും. നമുക്ക് ഇച്ചിരി കാര്യങ്ങളുണ്ട്, സാമ്പത്തിക ആവശ്യം, അതിന് എന്നെ വിളിക്കും. എന്നോട് ദൈവം പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൊട്ടയ്ക്കകത്ത് പണവും കാര്യങ്ങളും ഇറക്കി തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെയുള്ള നിലവാരത്തിൽ ജീവിച്ചാൽ ദൈവത്തിനറിയാം എങ്ങനെ ഇതിനെ പുറത്തു കൊണ്ടുവരണമെന്ന്. വായിച്ചേ, വായിച്ചു നിർത്ത്. ഒഴിഞ്ഞ് എന്നും വെച്ച് ശ്രദ്ധിക്കണം. ഇതൊക്കെ സൗമ്യതയോടെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, തിമത്തിയോസ് ആരാന്നറിയണ്ടേ? തിമത്തിയോസിന് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അല്പകാലം ഇരുന്നപ്പോ താൻ രണ്ടാമതും ഈ കത്ത് എഴുതിയ സമയത്ത് എഫെസോസ് സഭയ്ക്കകത്തിരുന്ന് ദുരുപദേശങ്ങൾ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് തിമത്തിയോസ് കഷ്ടപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മടുത്ത് കിടക്കുകയാണ്. ഇത് കണ്ട് തിമത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോ പരിശുദ്ധാത്മാ അവിടെ എഴുതുന്ന കാര്യം എന്നാണെന്നറിയാവോ? അതിന്റെ 1 മുതൽ വായിച്ചേ. 2 തിമത്തിയോസ് 1 മുതൽ വായിച്ചേ, വേഗം വായിച്ചു നിർത്താം. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമത്തിയോസിനെ എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കണേ, ഇവിടെ ഈ 3 കാര്യങ്ങൾ, കൃപയും കനിവും സമാധാനം. ഏത് സ്ഥിതിയിലാ തിമത്തിയോസ് കിടക്കുന്നതെന്ന് അറിയത്തില്ല.
അത്രമേൽ ഭാരത്തിലാണ് തിമോത്തിയോസ് കിടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭക്ഷണം കിട്ടാത്തോ മറ്റു പ്രശ്നമൊന്നുമല്ല. ഒരു സഭ മുഴുവൻ ദുരുപദേശത്തിലേക്കും പ്രശ്നത്തിലേക്കും, അതിന്റെ നടുവിൽ ആ സഭയെ നിലനിർത്തണം, ഉപദേശം പറഞ്ഞ് നിലനിർത്തണം. അപ്പോൾ തന്നെ സത്യം പറയുമ്പോൾ ചിലര് ഭയങ്കര ശക്തമായ നിരോധനങ്ങളും ശക്തമായ വിരോധങ്ങളും സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അതിന്റെ നടുവിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ട ഉത്തരവാദിത്തമാണ് തിമോത്തിയോസിനുള്ളത്. വായിച്ചേ. ശ്രദ്ധിക്കണേ, പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ, പൗലോസ് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കും? രാവും രണ്ടു നേരം പ്രാർത്ഥിക്കുന്ന നല്ലതാ അല്ലെ? വായിച്ച രാവും പകലും കണ്ടോ, സമയം ഇടപെടാതെ സ്തോത്രം ചെയ്ത് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഹല്ലേലൂയ. ചിലർക്ക് ഉറക്കം തീർന്ന സമയമില്ല. വായിച്ചേ. നിന്റെ കണ്ണുനീരോർത്തും. കാരണം ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഈ കണ്ണുനീർ അനുഭവിച്ചത് വായിക്കുകയാണ്. പറഞ്ഞോ. നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഇതേ ഒരു കാര്യം ഞാൻ പറയാം. തിമോത്തിയോസിനെ പൗലോസ് ഓർക്കുമ്പോ ഉണ്ടല്ലോ, നിർമ്മലമായിട്ട് ദൈവത്തെ സേവിക്കുന്ന രംഗം കാണുമ്പോ ഉണ്ടല്ലോ, കണ്ണുനീര് ഒഴുകുന്ന ഒരവസ്ഥ. നമ്മളെയൊക്കെ ഓർത്ത അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? നമ്മളെയൊക്കെ തോന്നാലേ ചൂലെടുക്കാനാണോ തോന്നുന്നു പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. എന്താണ് ആ വാക്യം വായിച്ചത്? പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ രാവും പകലും എപ്പോഴും ഓർക്കുമ്പോ തിമോത്തിയോസിനെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, നിർമ്മല മനസാക്ഷിയോടെ പ്രാർത്ഥിക്കുന്ന, ഭക്തിയോടെ ഇരിക്കുന്ന തിമോത്തിയോസിനെ ഓർക്കുമ്പോ ഉള്ളം നിറയുകയാണ് പൗലോസിന്. അത് ലേഖനത്തിൽ എഴുതി കൊടുക്കുക. നമ്മളെയൊക്കെ ഓർത്താൽ അങ്ങനെ വല്ലതൊക്കെ സാധിക്കോ? അവനെ അവനെ ഓർക്കുമ്പോ തലവേദനയാണ്. അവനൊക്കെ പോയതിന് ഓർത്ത് സ്തോത്രം പറയാം. അത് പോയതൊക്കെ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവിടെ ഇരിക്കുന്നത് എല്ലാം കൈവക്കി ദൈവത്തിന് മഹത്വം കൊടുക്കും. ശ്രദ്ധിക്കണേ, തിമോത്തിയോസിനെ കുറിച്ചുള്ള പൗലോസിന്റെ സന്തോഷം ഓർക്കണം. നമ്മൾ ദൈവനാമത്തിന് വേണ്ടിയാണോ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. സ്തോത്രം, ശ്രദ്ധിച്ചോണം. അടുത്തത് വായിച്ചേ. ശ്രദ്ധിക്കണം, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച്, ശ്രദ്ധിക്കണം, നിർമ്മല മനസാക്ഷിയോടെ നിന്റെ നിർവ്യാജ വിശ്വാസം. കണ്ടോ, അപ്പോൾ പൗലോസ് വിവേചിച്ചപ്പോൾ തിമോത്തിയോസിന്റെ ശുശ്രൂഷ നിർമ്മലതയോടെയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? സഭകളുടെ അകത്ത് ഇന്ന് ഈ സഭകളെല്ലാം ഇതുപോലെ വഷളായത് കള്ളന്മാര് കയറി മേളിലിപ്പുണ്ട്. നിർമ്മലതയും സത്യവും ജീവിതത്തിൽ ഇല്ലാത്ത പലരും കയറി കപടതയും വഞ്ചനയുമായിട്ട് നേതൃത്വത്തിൽ കയറിയതിന്റെ അനുഭവമാണ് ഇന്ന് സഭകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മല മനസാക്ഷിയില്ല. സത്യത്തിലാണോ നിൽക്കുന്നത്? ഹൃദയത്തെ കൈ തൊട്ട് പറയാവോ, ഞാൻ നിർമ്മലതയോടെയാണ് നിന്നെന്ന് പറയാവോ? സത്യത്തോടെ നിന്ന് വളരെ ചുരുക്കം വരെ ഉള്ളൂ. ഭൂരിപക്ഷം ജനവും എങ്ങനെയാണെന്നറിയാവോ? വഞ്ചനയിലാണ് നിൽക്കുന്നത്. തിമോത്തിയോസിനെ കുറിച്ചുള്ള പൗലോസിന്റെ വാഞ്ച എത്ര അതിശയകരമാ. ആ ഭാഗം വായിച്ചു നിർത്താം. വായിച്ചേ. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം കണ്ട, ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ചില കാരണവന്മാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രാഗിപ്പോ അല്ലെ? ചിലരുടെ മാതാപിതാക്കന്മാരെ നോക്കിയാലും മൂക്കത്ത് കൈവച്ച്, ദൈവമേ ഇതിന് ഇവർക്കൊക്കെ ഉണ്ടായതാണോ ഇത്? ഹല്ലേലൂയ. പക്ഷേ തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിന്റെ പ്രശംസ ശ്രദ്ധിക്കണം. നിന്റെ വലിയമ്മയിൽ ഉണ്ടായിരുന്നു ആ നിർമ്മലത, നിന്റെ അമ്മയിൽ ഉണ്ടായിരുന്ന ആ നിർമ്മലത, ആ നിർമ്മലത നിന്നിലുമുണ്ട്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിന്റെ 1 തിമോത്തിയോസിന്റെ 1 ലേഖനം വായിക്കുമ്പോ അതിന്റെ 1 അധ്യായത്തിന്റെ അകത്ത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? ആ ഭാഗം ഒന്ന് വായിച്ച് അതിന്റെ സ്തോത്രം 1 സ്തോത്രം 4 വാക്യം ഒന്ന് വായിച്ചേ. 1 തിമോത്തിയോസ് 1:4. നീ എഫെസോസിൽ താമസിക്കണം എന്ന്
ഞാൻ മക്കെദോന്യയിലേക്ക് ആ പോകുമ്പോൾ ആ. അപേക്ഷിച്ചതുപോലെ ആ ഇപ്പോഴും ചെയ്യുന്നു. ഉം ആജ്ഞയുടെ ഉദ്ദേശമോ ശ്രദ്ധിക്കണം, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ശ്രദ്ധിക്കണം, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. കണ്ടോ, ഇത് ആദ്യം ലേഖനത്തിൽ എഴുതി തിമത്യോസിന് കൊടുത്തു. രണ്ടാം ലേഖനം ചെന്നപ്പോൾ ആരംഭത്തിൽ തന്നെ പൗലോസ് പറയുന്ന കാര്യം എന്താണ്? രണ്ടാമത് നിന്റെ നിർമ്മല മനസാക്ഷിയിൽ ആരെ ദൈവത്തിൽ നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കണം കേട്ടോ, ഒരാളെ ഒരു സ്ഥാനത്താക്കിയാൽ ആ സ്ഥാനത്തിരിക്കുന്നവൻ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കിയിട്ട് സ്ഥാനത്താക്കാവുള്ളൂ. ആത്മീകമായ ഒരു ഗുണവും ഇല്ലാത്തവൻ ഒരു സ്ഥാനത്തും ആക്കരുത്. ഹല്ലേലൂയ. ആത്മീകമായ സ്ഥാനങ്ങൾ, ആത്മീകമായ പദ്ധതികൾ അത് കൈമാറ്റം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നവൻ ആത്മീകമായ ഗുണമുണ്ടോ എന്ന് നോക്കണം. ബൈബിൾ കോളേജിലെ സർട്ടിഫിക്കറ്റ് അത് വല്ല കന്നുകാലിക്കൂട്ടിലും വലിച്ചെറിഞ്ഞിട്ട് ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചുണ്ടോന്ന് ഒന്ന് നോക്കുക. രണ്ടാമത് ഇവനിൽ ആത്മീക സ്വഭാവം ഉണ്ടോ എന്ന് നോക്കുക. കൊടിയ കള്ളന്മാരുണ്ട്, കൊടിയ ചതിയന്മാർ, കൊടിയ കള്ളന്മാർ. അതിന്റെ നടുവിൽ തിമത്യോസിനെ പോലെ നിൽക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ദൈവം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽനേരം ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിന്റെ പൊന്നുപാദത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് നമുക്ക് ഈ പകൽനേരം നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തിന് മുകളിൽ നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് ഡാഡി ഇപ്പൊ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു സ്തോത്രത്തിൽ ജാഗരിച്ച് തുടർന്നുള്ള തിരുമേശ ശുശ്രൂഷയും എല്ലാം വഹിച്ചു